അപ്പോൾ ഇന്ന് കുറച്ച് വാർത്തകളേ ഉള്ളൂ. പ്രധാനമായിട്ട് നമ്മുടെ ലവ് ജിഹാദ്, അതാണ് അവസാനം ഞാൻ പറയാൻ പോകുന്നത്. അതുവരെ നമുക്ക് മറ്റു വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട ആ ഒരു കോതമംഗലത്തെ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് നിങ്ങളൊരു പക്ഷെ കേട്ട് കാണും. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഞാൻ വാർത്തയിൽ നോക്കിയപ്പോൾ മറ്റൊരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടു. അതാണ് ഇത് മുമ്പ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരുപക്ഷെ ഈ ചാനൽ പറഞ്ഞതായിരിക്കാം. എന്തായാലും ഞാൻ വാർത്തയിൽ കണ്ടതുകൊണ്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തിയതാണ്. ഒരു ദളിത് പെൺകുട്ടി, പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ കേരളത്തിൽ നിന്ന് റെസ്ക്യൂ ചെയ്തു. അവരുടെ സംസ്ഥാനത്ത് നിന്ന് കാണാതായത് പെൺകുട്ടിയായിരുന്നു. ഇതേപോലെ മതം മാറ്റി ജിഹാദിലേക്ക് പ്രേരിപ്പിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് ജൂൺ 30 ഞാൻ കണ്ടാണ് ഈ സംഭവം. അതിനുശേഷം അവരുടെ അമ്മ ഫയൽ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ ഇങ്ങോട്ട്, അവിടുത്തെ UP ആണോ ഏത് സംസ്ഥാനമാണോ അറിയില്ല, അവിടുത്തെ പോലീസ് വന്നിട്ട് ഇവിടുന്ന് അവരെ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകുന്ന ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും അതേപോലെ അറസ്റ്റ് ചെയ്യുകയും അത് വാർത്തയിൽ വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഇതിൻ്റെ പൂർണ്ണമായിട്ട് വിവരം ഞാൻ തീർച്ചയായും അവസാനം കോതമംഗലത്തെ ഇഷ്യൂ പറയുന്ന സമയത്ത് നമുക്ക് ബാക്കി ചർച്ച ചെയ്യാം. അടുത്തത് ഇസ്രായേലിൽ നിന്നുള്ള വാർത്തയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. ഇസ്രായേൽ ഇപ്പോൾ ഗാസ സിറ്റി എന്ന് പറയുന്ന ഗാസയുടെ വടക്കൻ ഭാഗം, ഞാനതിൻ്റെ ചിത്രം കാണിക്കാൻ പറ്റുമെന്ന് അങ്ങോട്ട് കയറിയിരിക്കുകയാണ്. അതായത് ഗാസയുടെ വടക്കുള്ള ഭാഗത്തേക്ക് ഇസ്രായേൽ മുമ്പ് ഈ ടൗണിലേക്കോ അല്ലെങ്കിൽ ഈ പ്രദേശത്തേക്കോ വന്നിരുന്നില്ല. കാരണം 75% ഗാസ ഇസ്രായേൽ കയ്യിലാണ്. ആ സ്ഥലത്ത് അതായത് ഇസ്രായേൽ പട്ടാളമുള്ള സ്ഥലങ്ങളിൽ, ഇസ്രായേൽ പിടിച്ചടക്കിയ സ്ഥലങ്ങളിൽ ആൾതാമസം കുറവാണ്. മിക്കവാറും ആളുകളെ ചില പ്രദേശങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതൊന്ന് തെക്ക് ഖാൻ യൂനിസിൻ്റെ അടുത്ത് ഉള്ള അൽമവാസി കോറിഡോർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തും, ഇതേപോലെ വടക്ക് ഇതേപോലെ കുറേ ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഗാസ സിറ്റി. 1 ദശലക്ഷം ആളുകളെങ്കിലും ഗാസയിലെ ആളുകൾ അവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവിടേക്ക് ഇസ്രായേൽ ഇതുവരെ അവരുടെ ആക്രമണം വ്യാപിപ്പിച്ചിരുന്നില്ല. കാരണം അവിടെ ആളുകൾ കൊല്ലപ്പെടാൻ സാധ്യത കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് തന്നെ. എന്തായാലും ഹമാസ് ഏറ്റവും അവസാനത്തെ ഡീലും തള്ളിയതോടുകൂടി ഇസ്രായേൽ അങ്ങോട്ട് കൂടി അവരുടെ യുദ്ധം വ്യാപിപ്പിച്ചിരിക്കുന്നു. ഒരുപാട് തീവ്രവാദികളെ കൊലപ്പെടുത്തുകയും നിരവധി ടണലുകൾ ഇല്ലാതാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വാർത്തയാണ് ആദ്യം ഷെയർ ചെയ്യണം. ഇതിൻ്റെ കൂടെ ഗാസയുടെ ഒരു മാപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ പറയുന്ന സ്ഥലങ്ങളെയൊക്കെ കാണിക്കാൻ 1 മിനിറ്റ്. ഇതാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഈ കേൾക്കുന്ന സ്ഥലങ്ങളൊക്കെ എവിടെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ മറ്റ് ചില തുരങ്ക വാർത്തകളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കാണിക്കാം. അപ്പോൾ തെക്ക് ഭാഗത്ത് ഈജിപ്തിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഭാഗമാണ് റാഫ. ഇവിടേക്ക് കയറരുതെന്നാണ് ബൈഡന്റെ കാലത്ത്. റാഫയിലേക്ക് കയറരുത്, റാഫ, ഓൾ ഐസ് ഓൺ റാഫ, ഓൾ കാൽസ് ആൻഡ് കൈസ് ഓൺ റാഫ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇസ്രായേൽ എപ്പോൾ തീവ്രവാദികളെ കൊല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ സോക്കോൾഡ് വോക്കുകളും മുസ്ലിങ്ങളും ചാടി വീഴും. കാരണം തീവ്രവാദികളെ കൊല്ലുന്നത് പാപമാണല്ലോ പരമ്പരാഗതമായി. അപ്പോൾ അത് നടന്നൊരു സ്ഥലമാണ് റാഫ. ഈജിപ്തിനോട് ചേർന്ന് ബോർഡർ ആയതുകൊണ്ട് തന്നെ ഈജിപ്തിൽ നിന്ന് ഒരുപാട് കള്ളക്കടത്തും മറ്റ് ആയുധങ്ങൾ, പണമൊക്കെ എത്തിക്കുന്ന ഒരു വഴിയായിരുന്നു റാഫ. അത് ഒന്ന്. ഇതേപോലെ ഖാൻ യൂനിസ് എന്ന് പറഞ്ഞ ഇവിടെയാണ്. ഈ തീരത്തോട് ചേർന്ന പ്രദേശത്താണ് ഒരുപാട് ഗാസക്കാർ ഇവിടെ താമസിക്കുന്നത്. ഇവിടെ ആക്രമണം നടക്കുന്നതുകൊണ്ട് തന്നെ ആളുകളെ താമസിപ്പിക്കാൻ വേണ്ടി ഇസ്രായേൽ ഒരുക്കിയിട്ടുള്ള കോറിഡോറാണ്. ടെന്റുകളിലും മറ്റുമായിട്ട് ആളുകൾ കുറച്ചുകൂടി താരതമ്യേന സുരക്ഷിതമായി താമസിക്കുന്ന സ്ഥലമാണ് അൽമവാസി. അപ്പോൾ അത് ഖാൻ യൂനിസ് ആണ്. അതുപോലെ ദേർ അൽ ബല, ഇതൊക്കെ നിങ്ങൾ വാർത്തയിലൊക്കെ പല പ്രദേശങ്ങളിലും ബോംബിട്ടതിൻ്റെയും അവിടെ നിന്നുള്ള വാർത്തകളൊക്കെ കേട്ട് കാണും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നു. അതുപോലെ വടക്കുള്ള ഈ ഭാഗമാണ് ഗാസ സിറ്റി. ഇപ്പോൾ ഗാസയിലെ ഗാസ സിറ്റി, ഇപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലെ മലപ്പുറം ടൗൺ എന്നൊക്കെ പറഞ്ഞ പോലെ ഇത് ഈ മൊത്തം ഗാസയുടെ നീളം തന്നെ ഒരു 41 കിലോമീറ്റർ ഏതാണ്ടേ ഉള്ളൂ. അതായത് നമുക്ക് മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് വരെയുള്ള ദൂരത്തിൻ്റെ അത്ര പോലും ഇല്ല നീളം. അപ്പോൾ ഏതാണ്ട് നീളം തന്നെയാണെന്ന് തോന്നുന്നു. അതെ. അല്ല, അതെന്താണ് ആ ഒരു സ്പെസിഫിക് ഈ മലപ്പുറത്ത് നിന്ന് കാസർഗോഡ് എന്നുള്ള ഡിസ്റ്റൻസ് സ്പെസിഫിക് ആയിട്ട് എടുത്തതിന് എന്തെങ്കിലും പ്രത്യേകിച്ച്? മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് എനിക്ക് തോന്നുന്നു 50, 52, 54 കിലോമീറ്റർ അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് അത്ര പോലും ഇല്ലാന്ന് പറയാം. നീളം തന്നെയല്ലേ? ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി സ്വഭാവം കണ്ടിട്ട് ഏകദേശം അതുപോലെയൊക്കെ തന്നെ. അതെ,
അപ്പോൾ അത്രയും ചെറിയൊരു സ്ഥലത്ത്, അതിലും ചെറിയൊരു സ്ഥലത്താണ് ഈ ഗാസ സിറ്റി എന്ന സ്ഥലത്താണ് 1 ദശലക്ഷം ആളുകൾ താമസിക്കുന്നവർക്ക്. ഗാസയിലെ ഈ സോക്കോൾഡ് ജനസൈഡ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. 1 ദശലക്ഷം ആളുകൾ ഇപ്പോഴും ബാക്കിയുണ്ട്. യുദ്ധം തുടങ്ങുന്നതിനേക്കാളും കൂടുതൽ ജനസംഖ്യ അവിടെയുണ്ട്. എന്നാലും ഇപ്പോഴും ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരുമാതിരി വല്ലാത്തൊരു ജനസൈഡായി പോയി ഇസ്രായേൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് മറ്റൊരു സ്ഥലം. ഇതേപോലെ ബെയ്ത്ത് ഹാനൂൻ. ഈ ബെയ്ത്ത് ഹാനൂനിലാണ് ഈ അടുത്ത് അവിടുത്തെ ഹമാസിന്റെ ആഫീസൊക്കെ പൂട്ടി അവിടുത്തെ ബാക്കിയുള്ള തീവ്രവാദികളൊക്കെ കീഴടങ്ങിയത്. ഇത് ജബലിയ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഗാസയിലെ സ്ഥലങ്ങളുടെ ആ ഒരു പേരുകളൊന്നും പരിചയപ്പെടുത്തുന്നതാണ്. എന്തായാലും ഇനി നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ ഇപ്പോൾ മറ്റു പല രാജ്യങ്ങളുടെ സമ്മർദ്ദം ഉണ്ടായിരുന്നു. പല രീതിയിൽ ഇസ്രായേലിന് ഇങ്ങനെ എതിരെ പ്രമേയം പാസ്സാക്കുക, ഇസ്രായേൽ അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ നെതന്യാഹു അത് ചെയ്തു, അവിടുത്തെ വലതുപക്ഷ സർക്കാർ ഇത് ചെയ്യുന്നു. ഇത് മാത്രമാണ് ലോകത്തെ പ്രധാനപ്പെട്ട കുറേ നാളായിട്ടുള്ള ചർച്ച. അപ്പോൾ അതിനിടയ്ക്ക് ഇസ്രായേൽ വീണ്ടും ഈ ഹമാസ് ഡീല് നിന്ന് ഒഴിവായതുകൊണ്ട് അവർ ഈ ആളുകൾ, പ്രത്യേകിച്ച് മറ്റു പല രാജ്യങ്ങളും, ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ പലസ്തീൻ എന്ന രാജ്യത്തെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഞങ്ങളുടെ കൂടി കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ രാജ്യം ഇല്ല, പക്ഷെ അവരുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമ്മർദ്ദങ്ങളൊക്കെ ഇസ്രായേലിന് മുകളിൽ വരുന്നു. അപ്പോൾ അത് അവർക്കൊരു രാഷ്ട്രീയപരമായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ അവർക്കൊരു ചെറിയ തിരിച്ചടിയാണ്. പക്ഷെ അങ്ങനെ രാജ്യമില്ല, പലസ്തീൻ രാജ്യമില്ല. അപ്പോൾ അങ്ങനത്തെ ഒക്കെ സമ്മർദ്ദം കൂടിയതോടുകൂടി ഇസ്രായേൽ എന്ത് ചെയ്തു? ഇസ്രായേൽ പ്രത്യേകിച്ച് അവർ അതിന് ചെവി കൊടുക്കാതെ അവരുടെ യുദ്ധം വ്യാപിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഇങ്ങനത്തെ യുദ്ധങ്ങളിലൊക്കെ ഇടപെടാനുള്ള കഴിവ് എത്രത്തോളം ഉള്ളൂ. പല ആളുകൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന പോലെ പലസ്തീനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ രാജ്യം ഉണ്ടാവും എന്നുള്ളതൊക്കെ ഇത് വെറും വിദ്യാധാരണയാണ്. നിങ്ങൾ നേരെ തിരിച്ച് ചിന്തിച്ച് നോക്കുക. തായ്വാൻ എന്ന രാജ്യമുണ്ട്, തായ്വാൻ എന്ന ഒരു ജനതയുണ്ട്. ചൈനക്കാർ തന്നെയാണ്, പക്ഷെ അവര് അങ്ങനെ ഒരു നാഷണാലിറ്റി, തായ്വാൻ എന്ന നാഷണാലിറ്റി ഉള്ള ആളുകളാണ്. അങ്ങനെ രാജ്യം സ്വതന്ത്രമായിട്ട് ജനാധിപത്യമുള്ള ചൈനീസ് എത്നിക് ഗ്രൂപ്പുകൾ തന്നെയുള്ള, അല്ലെങ്കിൽ വംശീയമായിട്ട് ചൈനക്കാരുമായിട്ട് ഏറ്റവും അടുത്ത ഹാൻ ചൈനീസ് ഗ്രൂപ്പുകൾ തന്നെയുള്ള ചൈന എന്ന സ്വതന്ത്ര ജനാധിപത്യ രാജ്യമുണ്ട്. പക്ഷെ ആ രാജ്യത്തെ എത്ര രാജ്യങ്ങൾ സ്വതന്ത്ര രാജ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ നോക്കാം. പക്ഷെ അങ്ങനെ രാജ്യമുണ്ട്, അവിടെ ജനാധിപത്യമുണ്ട്, തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അവിടെ മറ്റു പല പ്രക്രിയകൾ നടക്കുന്നു. തൽക്കാലം നാളെ ചൈന ചിലപ്പോൾ പിടിച്ചടക്കുന്ന വരാം. ആ രാജ്യത്തെ അധിക രാജ്യങ്ങൾ ഒരു ഔദ്യോഗികമായിട്ട് രാജ്യമായിട്ട് സമ്മതിച്ചിട്ടില്ല. അത് ചൈനയുടെ ഭാഗമായിട്ടാണ് പല രാജ്യങ്ങളും പറയുന്നത്. എന്നാൽ ഈ പലസ്തീനെ കുറിച്ച് നേരെ തിരിച്ചാണ്. അങ്ങനെ രാജ്യമില്ല, അങ്ങനെ ഒരു ജനതയില്ല, അങ്ങനെ ഒറ്റ രാജ്യവും എന്തായാലും ഇല്ല. കാരണം ഗാസയും വെസ്റ്റ് ബാങ്കും നിങ്ങൾക്ക് അറിയാം. എന്നാലും ഈ സമ്മർദ്ദത്തിന്റെ ഇടയിലൊക്കെ അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പരക്കുന്നു. അങ്ങനെ ഒരു രാജ്യമോ അങ്ങനെ ഒരു ജനതയോ ഇല്ലാത്തപ്പോഴും സോഷ്യൽ മീഡിയ കാരണം, അല്ലെങ്കിൽ പല രാജ്യങ്ങളുടെയും മതപരമായിട്ടുള്ള അവരുടെ തീട്ടൂരങ്ങൾ കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് കഥകളിലും വിക്കിപീഡിയയിൽ വരെ അടിച്ചു വരുന്നുണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ എന്നാലും ഇത്തരം ബാഹ്യ സമ്മർദ്ദങ്ങളും പിന്നെ യൂറോപ്പിന്റെ ഭാഗത്തുനിന്ന് അവരുടെ സോക്കോൾഡ് ധാർമ്മികത ഇസ്രായേലിന്റെ മേളിൽ അടിച്ചേൽപ്പിക്കുക, അത് യുദ്ധത്തിന്റെ ഇടയിൽ ധാർമ്മികത അടിച്ചേൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് യുക്തിയൊന്നുമില്ല. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾക്കാർ മരിക്കും എന്നുള്ളതാണ് ഡീഫോൾട്ട് സെറ്റിംഗ്. അത് സ്വാഭാവികമായിട്ട് എല്ലാ യുദ്ധത്തിനും സംഭവിക്കുന്നതാണ്. ഇസ്രായേലിന് മാത്രമായിട്ട് പ്രത്യേകമായിട്ട് ഒരു ഉത്തരവാദിത്വം യുദ്ധങ്ങളില്ല. ഇസ്രായേൽ കഴിയുന്നത്രയും ലോകത്തെ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു യുദ്ധമാണ് ഇപ്പോൾ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ മറ്റ് യുദ്ധങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലാണ് ഇസ്രായേലിന്റെ ഭരണകൂടം ഇതുപോലെ യുദ്ധം ഗാസയിലേക്ക് വ്യാപിപ്പിക്കുന്നത്. ആളുകൾ കൂടുതൽ മരിക്കാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഹമാസിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ഒരു നല്ല തീരുമാനം വരാത്തത് കൊണ്ട് തന്നെ യുദ്ധം കൊണ്ട് അവരെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളതാണ്. ഹമാസിന്റെ ഭാഗത്തുനിന്ന് അറബി ആയിട്ടുള്ള അമേരിക്കയുടെ ഭാഗത്തുനിന്നാണെങ്കിൽ അവിടെ ഒരു പഴയ പലസ്തീനി ബിസിനസ്സുകാരനുണ്ട്. അതേപോലെ ഖത്തറിന്റെ ഈജിപ്തിന്റെ പ്രതിനിധികൾ ഇവർ പറയുന്നത് ഹമാസ് പഴയ ചില ഡിമാൻഡുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ ഈ സോക്കോൾഡ് രാജ്യങ്ങളൊക്കെ പലസ്തീനെ പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു ലഹരിയിൽ ബാക്കിയുള്ള ഹമാസ് പോരാളികൾ, കുറെ ആൾക്കാർ ഇങ്ങനെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പോരാളികൾ അവർ പറയുന്നത് ഞങ്ങൾ ഇപ്പോഴൊന്നും വഴങ്ങില്ല എന്നുള്ള ആ ഒരു നിർബന്ധ ബുദ്ധിയിൽ മുന്നോട്ട് പോകണം. എന്തായാലും കൂടുതൽ നാശനഷ്ടങ്ങളും കൂടുതൽ മരണങ്ങളും പ്രതീക്ഷിക്കാം. കാരണം ഗാസ സിറ്റിയിൽ ആളുകളുടെ എണ്ണം മറ്റു പ്രദേശങ്ങളിലെ പോലെയല്ല. 1 ദശലക്ഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ സംഖ്യയല്ല. അത് ഗാസയുടെ പോപ്പുലേഷൻ, ഗാസയുടെ ജനസംഖ്യയുടെ വലിയൊരു ഭാഗം. എന്തായാലും ഇത് ഹമാസിനെ കൊണ്ട് ഇപ്പോൾ ഇസ്രായേലൊക്കെ നടക്കുന്ന പോലെ
സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ ഗാസക്കാർക്ക് പറ്റില്ല. ഗാസക്കാർ ഒന്നാമത് അവരുടെ മതഭ്രാന്ത് ഒരു കാരണമാണ്. പിന്നെ ഹമാസിനെ എതിർത്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ എണീക്കാൻ ആളുണ്ടാവില്ല എന്നുള്ളതാണ്. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഗാസയിലെ ആളുകൾക്ക് എന്തായാലും ഹമാസിനെ നിർബന്ധിച്ച് ഈ ആളുകളെ വിട്ടുകൊടുക്കുകയും ഈ പ്രശ്നം പരിഹരിക്കാനും മാർഗമില്ല. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലികളായിട്ടുള്ള ആളുകൾ ഇസ്രായേലിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ അവിടെ ഗാസയിലെ കുട്ടികൾക്ക് വേണ്ടി ഇസ്രായേൽ സമരം നടക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ ഒരു പ്രത്യേക തരം സിസ്റ്റമാണ്. അവിടെ ഒരു വശത്ത് വലതുപക്ഷം ഗവൺമെന്റ് ആണെങ്കിലും അവിടുത്തെ ജനങ്ങളുടെ ഒരു വലിയ വിഭാഗം ഗാസക്കാർക്ക് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നുണ്ട്, യുദ്ധം നിർത്താൻ സമരം ചെയ്യുന്നുണ്ട്. അവിടുത്തെ വലതുപക്ഷ ജൂതന്മാര് യുദ്ധത്തിന് പട്ടാളത്തിൽ അവർക്ക് നിർബന്ധപൂർവ്വം ഉള്ള കോൺസ്ക്രിപ്ഷൻ അതിനെ എതിർത്തിട്ട് അവിടുത്തെ സോക്കുള്ള ജൂത ഉസ്താദുമാരുടെ സമരം നടക്കുന്നുണ്ട്. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും ഭയങ്കര സമ്മർദ്ദത്തിലാണ് ഇസ്രായേൽ യുദ്ധം വീണ്ടും വ്യാപിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവുന്നത്. ഒരു വശത്ത് ഗാസയിലെ ആളുകൾക്ക് ഈ ഹമാസിനെ കൊണ്ട് ഈ യുദ്ധം നിർത്തിപ്പിക്കാൻ അവരൊന്നും പ്രത്യേകിച്ച് ചെയ്യുന്നില്ല. എന്നാൽ ഇസ്രായേലിന്റെ സർക്കാരിന്റെ മുകളിൽ ഇസ്രായേലിന്റെ അകത്തുനിന്ന് സമ്മർദ്ദം, പുറത്തുനിന്ന് സമ്മർദ്ദം, പലതരം സമ്മർദ്ദങ്ങൾ. യുദ്ധം നിർത്താൻ ഒറ്റ കാര്യം ചെയ്താൽ മതി, ആ ബന്ദികൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലിന് പിന്നെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രത്യേകിച്ചൊരു കാരണമില്ല. കാരണം 3 വർഷം 2 വർഷം തികയാൻ പോകുന്നു. അപ്പോൾ അതുകൂടാതെ അന്താരാഷ്ട്ര തലത്തിലും ആഭ്യന്തരമായിട്ടും ഭയങ്കര സമ്മർദ്ദം ഇസ്രായേലി ഗവൺമെന്റിന് മുകളിലുണ്ട്. അമേരിക്ക എന്നൊരു രാജ്യം മാത്രമാണ് ഇസ്രായേലിനെ ഇപ്പോഴും പിടിവിടാതെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇസ്രായേൽ ഒരുപാട് കടുംപിടുത്തത്തോടുകൂടി മുന്നോട്ട് പോകുന്നത്. എന്നാൽ മറുവശത്ത് മുസ്ലിങ്ങളുടെ മതഭ്രാന്തമുണ്ട്. അതുകൊണ്ടും അവരുടെ ദുരിതം, ഇപ്പം ഗാസക്കാരുടെ ദുരിതം ഇത്രയും കഷ്ടത്തിലായിട്ടും അവരുടെ അവസ്ഥ ഇത്രയും മോശമായിട്ടും സോക്കോൾഡ് പട്ടിണി എന്നതൊന്നും ഇല്ലെങ്കിലും സാധാരണ ഒരു യുദ്ധത്തിന്റെ കെടുതികളൊക്കെ അവരനുഭവിച്ചിട്ടും അവർക്ക് ഹമാസിനെ കൊണ്ട് ഈ യുദ്ധത്തിനൊരു പരിഹാരം കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രശ്നം. അപ്പോൾ യുദ്ധം നീണ്ടുപോകുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ, ഹമാസ് ബന്ദികളെ വിട്ടുകൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അവർ ഈ പ്രശ്നത്തിൽ ഒരു അനുനയത്തിന് തയ്യാറാവുന്നില്ല. ഇസ്രായേൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇനി നമ്മൾ ഈ 2 പേര് 3 പേര് 4 പേര് 8 പേര് ഇങ്ങനത്തെ ഒരു കച്ചവടം നടക്കില്ല. ഇസ്രായേലിന്റെ മൊസാദിന്റെ തലവൻ ഡേവിഡ് ബാർണ എന്നാണ് തോന്നുന്നു പേര്, പുള്ളി ഖത്തറിൽ പോയി പറഞ്ഞു, ഞങ്ങൾ ഇനി അങ്ങനത്തെ ഡീലിന് തയ്യാറല്ല, എല്ലാവരെയും വിട്ട് കിട്ടുന്ന ഒരു ഡീലിന് മാത്രമേ നമുക്ക് ഇനി അതിന് മാത്രമേ ഇസ്രായേൽ തയ്യാറാവൂ. എന്ന് മാത്രമല്ല അത് കഴിഞ്ഞാൽ ഹമാസ് നിർബന്ധമായിട്ടും അവിടുന്ന് പോകണം, ഹമാസുള്ളൊരു ഭാവി ഗാസയിൽ പറ്റില്ല എന്നുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് വന്നത്. നമ്മൾ യുദ്ധമുഖത്തെ ഒരവസ്ഥ വെച്ച് മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ യുദ്ധമുഖത്ത് ഇസ്രായേലാണ് വിജയിച്ച് നിൽക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറേ നുണകൾ പ്രചരിപ്പിച്ചതുകൊണ്ടായില്ല. ഹമാസിന്റെ പോരാളികളുടെ ഒരു വലിയ ഭാഗം, ആയിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു. അവരിപ്പോഴും ഭയങ്കര സംഭവമാണെന്ന് അവർ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ കൊല്ലപ്പെട്ടു, അവരുടെ പല ബറ്റാലിയനുകളും അവരുടെ കമാൻഡർമാരും ഒക്കെ തീർന്നു. അവരിപ്പോഴും അവിടുത്തെ ഗാസയിലേക്ക് വരുന്ന ഫുഡൊക്കെ എടുത്ത് വിറ്റ് പൈസ ഉണ്ടാക്കി അങ്ങനെയാണ് ആൾക്കാരെ എപ്പോഴും റിക്രൂട്ട് ചെയ്യുന്നത്. അവർക്ക് തന്നെ ശമ്പളം കൊടുക്കാനൊക്കെ ഹമാസിന് പറ്റുന്നില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് തന്നെയാണ് അഡ്വാൻറ്റേജ്. അപ്പോൾ ഇസ്രായേലിന് അങ്ങനെ ഒരു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ന്യായീകരണം അവരുടെ ഭാഗത്തുണ്ട്. അവർക്ക് പുതിയ ഡിമാൻഡുകൾ വെക്കാനും പറ്റും എന്നുള്ളതാണ്. എന്നാൽ മറുവശത്ത് ഹമാസിന്റെ യഥാർത്ഥ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അവർക്കൊന്നുമില്ല. ആകെ കുറച്ച് ടണലുകളും തുരങ്കം ബാക്കിയുണ്ട് എന്നുള്ള. അതിലിങ്ങനെ ഒളിച്ചിരുന്നിട്ട് കുറേ ചോറും പിന്നെ കറിയും അല്ലെങ്കിൽ അവിടുത്തെ ഈത്തപ്പഴമൊക്കെ തിന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അതുപോലെ ഈ ബന്ദികളെ വെച്ചിട്ടുള്ള കുറേ വീഡിയോകളൊക്കെ ഇങ്ങനെ ഇറക്കി അവർ ആഘോഷിക്കുന്നു. അതിനപ്പുറത്തേക്ക് സ്വന്തം ജനതയോടോ മറ്റുള്ള ആളുകളോടോ പ്രത്യേകിച്ച് അല്ലെങ്കിൽ അന്താരാഷ്ട്ര നിയമത്തിനോടോ പ്രത്യേകിച്ച് കൂറോ ഏതെങ്കിലും ബാധ്യതയോ ഉത്തരവാദിത്വം ഒന്നും ഉള്ള ആളുകളല്ല ഈ അപ്പുറത്ത് നിൽക്കുന്ന ടീമുകൾ. എന്നാൽ ഇസ്രായേലിന്റെ ഭാഗത്താണെങ്കിലോ ഇസ്രായേൽ എന്ത് ചെയ്താലും അത് അവരുടെ കുറ്റമായിട്ട് പിറ്റേ ദിവസം BBC അല്ലെങ്കിൽ UN ഒക്കെ അടിച്ചു വരും എന്നുള്ളത്. അപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിൽ ഇപ്പൊ നമ്മൾ ഇതുവരെ കേട്ടതിനേക്കാൾ അതാരാ അല്ല അത് ഇഗ്നോർ ചെയ്തോ ആരിഫ്, ഞാൻ കണ്ടില്ല. ഓക്കെ ആരിഫ് രഹസ്യമായിട്ട് വന്നിരുന്നു, സോറി കണ്ടില്ല. ഓക്കെ അപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇനി കൂടുതൽ സമ്മർദ്ദം വരാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ദശലക്ഷം ആളുകളുള്ള ടൗണിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് അതും പാർക്കുന്നൊരു കേൾക്കാം തിങ്ങിപ്പാർക്കുന്നത് ഇടത്ത് ഇനി ഇതുപോലെ യുദ്ധം വ്യാപിപ്പിച്ച് കഴിഞ്ഞാൽ അതുമൂലം ഉണ്ടാകാവുന്ന
പ്രശ്നങ്ങൾ ഈ സോക്കോൾഡ് അന്താരാഷ്ട്ര ഈ മനുഷ്യാവകാശ ബോഡികൾക്കും അല്ലെങ്കിൽ അങ്ങനത്തെ ഗ്രൂപ്പുകൾക്കൊന്നും മനസ്സിലാവില്ല. യുദ്ധത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഹിംസ എന്നുള്ളത്. ആളുകൾ കൊല്ലപ്പെടുക എന്നുള്ളത് ഏറ്റവും മിനിമം നടക്കണം, എന്നാലേ അതൊരു യുദ്ധമാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വല്ല കുട്ടിയും കോലും കളിയോ അങ്ങനെ വല്ല സാധനമായിരിക്കും. യുദ്ധത്തിനകത്ത് ആളുകൾ മരിക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. ഇപ്പോഴും നിങ്ങൾ കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും ധാർമ്മികമായിട്ട് നടക്കുന്ന ഒരു കോൺഫ്ലിക്റ്റാണ് ഇസ്രയേലും ഗാസയും തമ്മിലുള്ളത്. അവിടെ എപ്പോഴും കുറ്റങ്ങൾ ഏറ്റുവാങ്ങുന്നതും കുറ്റപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ഏറ്റുപറച്ചിലുകളൊക്കെ നടത്തുന്നതും ഇസ്രയേലാണ് എന്നുള്ളതോടെയാണ്. ഹമാസ് ഇതുവരെ അവർ ചെയ്ത തെറ്റുകളോ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവുകളോ ഒക്ടോബർ 7 അവർ ചെയ്ത നിങ്ങളൊന്നും ഏറ്റു പറയുകയോ അത് തെറ്റാണെന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. എപ്പോഴും അവരുടെ തീവ്രവാദം ന്യായീകരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. മറുവശത്താണെങ്കിൽ ഇസ്രായേലിന് ചില കാര്യങ്ങൾ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്യുന്നു പറയും. അവരുടെ ഭാഗത്തുള്ളത് ക്ലിയർ ആക്കാൻ വേണ്ടി അവർ തെളിവുകൾ തരും, ഒരു വീഡിയോ എവിഡൻസ് തരും. അപ്പോൾ ഒരുതരം മീഡിയ കോപ്രായങ്ങളും അത് ഏറ്റുപിടിക്കുന്ന കുറേ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇതുപോലെ കുറേ നുണപ്രചരണങ്ങളുമാണ്. ഇസ്ലാം അപ്പുറത്തായതുകൊണ്ട് കുറേ മുസ്ലിങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ട് മതപരമായിട്ട്. അതേപോലെ സോക്കോൾഡ് വോക്കുകൾ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് വേറെ വിഷയങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ പേരിൽ അങ്ങ് അടിച്ചു കയറാം, കുറേ കാശും കിട്ടും, പലതരം അവർക്ക് ഗുണമുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ സാമ്പത്തികമായും മറ്റു രീതിയിലും അവരുടെ ഒരു ഫെയിം അവരുടെ പ്രശസ്തി കൂട്ടാനും ഒരവസരമായതുകൊണ്ട് അതിൻ്റെ പിന്നാലെ അവരും കൂടിയിട്ടുണ്ട് എന്നുള്ളത്. മറ്റൊന്ന്, മൊറോക്കോയിൽ ഒരു ഫെമിനിസ്റ്റ് അവർക്കെതിരെ ഒരു കേസ് വന്നിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അല്ലാ ഇസ് ലെസ്ബിയൻ എന്ന് എഴുതിയ ഒരു ഷർട്ട് ധരിച്ചൊരു ഫോട്ടോ ഇട്ടു ട്വിറ്ററിലെങ്ങാണ്. അപ്പോൾ അതിൻ്റെ വാർത്തയാണ്. അത് ഞാൻ കുറച്ചുകൂടി വിശദമായിട്ട് കാണിക്കാം. മറ്റൊന്ന്, ഈ ജ്യോതി മൽഹോത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബിലൊക്കെ 4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു ഉള്ളൊരു വ്ളോഗറാണ്, ട്രാവൽ വ്ളോഗറാണ്. അവർ പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി നടത്തിയതിനെ കുറിച്ചുള്ള വാർത്ത, അതിനെതിരെ നമ്മുടെ പോലീസ് ചാർജ് ഷീറ്റ് സമർപ്പിച്ചതിൻ്റെ വാർത്തയാണ്. അപ്പോൾ അതൊന്ന്. ഒപ്പം ഈ ഹമാസിൻ്റെ 4 കിലോമീറ്റർ ഓളം വലുപ്പമുള്ള ഒരു ടണൽ ഇസ്രായേൽ കോൺക്രീറ്റ് വെച്ച് അടച്ചു. അപ്പോൾ നമ്മൾ ഈ ബോംബ് വെച്ച് ടണലുകൾ ഇതുപോലത്തെ തുരങ്കം നശിപ്പിക്കുന്നതിന് പകരം കുറച്ചുകൂടി ആദായകരമാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി ചെലവ് കുറഞ്ഞ രീതിയാണ് ഈ കോൺക്രീറ്റ് വെച്ച് അടക്കുന്നത്. അപ്പോൾ അത് പക്ഷേ വളരെ സ്ലോ ആണ്. അതുകൊണ്ട് അത് എല്ലായിടത്തും പ്രായോഗികമല്ല. എന്നാൽ ചില തുരങ്കങ്ങളാണ് റീഇൻഫോഴ്സ് ചെയ്യുന്ന സാധനമാണല്ലോ. അതെ റീഇൻഫോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ തുരങ്കം ഇസ്രായേൽ അടച്ചതിൻ്റെ വാർത്തയാണ്. എന്തായാലും നമുക്ക് ചിലതൊക്കെ വിശദമായിട്ട് നോക്കാം. ഇതാണ് തുരങ്കം. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കാം, മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ ഗാസയിലെ മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് അവർ ഒരു കാര്യത്തിൽ ഈ യുദ്ധത്തിൻ്റെ യുദ്ധം മൂലമോ അല്ലെങ്കിൽ യുദ്ധത്തിന് മുമ്പോ പ്രാവീണ്യം നേടിയിട്ടുണ്ടെങ്കിൽ അത് ഇതിലാണ്, തുരങ്കം. ലോകത്ത് എവിടെ തുരങ്കം പണിയണമെങ്കിലും ഗാസക്കാരെ വിളിച്ചാൽ മതി. അവർ വളരെ ചൈനയിലൊക്കെ സംഭവിക്കുന്ന പോലെ നിമിഷ നേരം കൊണ്ട് റോഡ് ഉണ്ടായി, അല്ലെങ്കിൽ നിമിഷ നേരം കൊണ്ട് തുരങ്കം ഉണ്ടാക്കി. എന്തായാലും ഈ കാര്യത്തിൽ ഗാസക്കാർക്ക് അഭിമാനിക്കാം. വേറെ ഒരു കാര്യത്തിലും അവർ എവിടെയും എത്തിയിട്ടില്ലെങ്കിലും ഇത്രയും യുദ്ധത്തിൻ്റെ ഇടയിലും അവർക്ക് അവരുടെ സ്വന്തം ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ലെങ്കിലും തുരങ്കത്തിൻ്റെ കാര്യത്തിൽ അവർ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഗാസയിൽ ഉടനീളം ഇങ്ങനെ നിരവധി തുരങ്കങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഇസ്രായേൽ ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഇസ്രായേലിന് വലിയൊരു പ്രശ്നമാണ്. കാരണം ഇവർ ഭൂമിക്കടി കൂടി തുരങ്കം ഉണ്ടാക്കി ഇസ്രായേലിലേക്ക് വന്നാലും പ്രശ്നമാണ്. അപ്പോൾ ഇസ്രായേലും ഗാസയും തമ്മിലുള്ള സെപ്പറേഷൻ, പല പ്രദേശങ്ങളിലും ഉള്ള മതിലൊക്കെ എനിക്കൊന്ന് ഭൂമിക്ക് താഴോട്ടും കൂടി പോവുകയാണ്. കാരണം അവർ അതിലുകൂടി ഇങ്ങോട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടി. കാരണം ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ ഈ ഗാസയിലേക്ക് വരുന്ന പണവും സമ്പത്തും ഇതുപോലെ ആളുകളും രാജ്യങ്ങളൊക്കെ നൽകുന്ന സഹായമൊക്കെ ഉപയോഗിച്ച് കെട്ടിപ്പൊക്കുന്നത് എന്താണ്? രമ്യകർമ്മങ്ങളൊന്നുമല്ല. ഇതാണ് ഇതുപോലെ ഭൂമിക്ക് അടിയിൽ, സാധാരണ ഭൂമിക്ക് മുകളിലേക്ക് എല്ലാവരും പണിയാറ്, ഇവർ ഭൂമിക്ക് അടിയിലേക്ക് പണിയുന്നതാണ്. അവിടെ എല്ലാം ഇടത്തോട്ടാണല്ലോ എന്നുള്ള ഒരു പഴഞ്ചൊല്ല് ഓർമ്മ വരും. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി തുരങ്കങ്ങളിലാണ് സോക്കോൾഡ് ഗാസയിലെ സാധാരണക്കാരായ ഹമാസ് താമസിക്കുന്നത്. എന്നാൽ സ്വന്തം ജനങ്ങളെ ഇവരിതിനകത്തേക്ക് അടുപ്പിക്കില്ല. ഇതിൻ്റെ എൻട്രൻസും എക്സിറ്റും ഒന്നും ജനങ്ങൾക്ക് പൊതുവിൽ അറിയില്ല. ഇനി അറിഞ്ഞാൽ തന്നെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സ്വന്തം ആൾക്കാരെ ഇവർ വെടിവെച്ചോലും എന്നുള്ളതാണ്. ഏതായാലും ഇസ്രായേലിന് യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഇതുകൂടി നശിപ്പിക്കേണ്ട ബാധ്യതയുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഒരു യുദ്ധത്തിൽ എത്രത്തോളം പ്രതിസന്ധി ഒരു പട്ടാളം നേരിടുന്നുണ്ടോ എന്നുള്ളത് അത്രത്തോളം
ലോകത്ത് ഒരു പട്ടാളവും എനിക്കൊന്ന് യുദ്ധകാലത്ത് പോലും നേരിടാത്ത പ്രതിസന്ധികളിലൂടെയാണ് അവർ പോകുന്നത്. ഈ തുരങ്കം നശിപ്പിക്കണം, ചില ബിൽഡിങ്ങുകൾ ഹമാസ്, ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞ് അവർ അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ അത് തകർത്തു കഴിഞ്ഞാൽ അത് മൂലം വരുന്ന അന്താരാഷ്ട്ര സമ്മർദ്ദം. ഇതേപോലെ സിവിലിയൻ മേഖലയിലുള്ള അല്ലെങ്കിൽ ആളുകൾ കൂടിയ സ്ഥലത്ത് നിന്ന് റോക്കറ്റ് വിടുന്നു, പട്ടാളക്കാർക്ക് നേരെ വെടിയുതിർക്കുന്നു, തിരിച്ചു വെടിവെച്ചാൽ അവിടെ സാധാരണക്കാരെ മരിക്കും. അപ്പോൾ ഇത്രയും മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു പട്ടാളം ഈ അടുത്തൊന്നും യുദ്ധം ചെയ്തതായിട്ട് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ നടക്കുന്ന മറ്റു യുദ്ധങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിഞ്ഞും പുറഞ്ഞും കൊന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അതിനകത്ത് ധാർമ്മികതയൊന്നുമില്ല. ഇപ്പോൾ അമേരിക്ക യമനിൽ പോയിട്ട് അടിച്ചു പൊളിച്ച പോലെ അതുപോലും കുറേ ആളുകൾ മരിച്ചിട്ടുണ്ട്. നമ്മൾ യമനിൽ നിന്നുള്ള വാർത്ത അറിയാം. അമേരിക്ക ഈ ഇടയ്ക്ക് ട്രംപ് വന്നതിന് ശേഷം ഹൂത്തികളെ കൊല്ലാൻ എന്ന് പറഞ്ഞ് അവിടെ കുറേ ബോംബിട്ടു. അതിൽ പോലും ഇത്രയും അന്താരാഷ്ട്ര സമ്മർദ്ദം അമേരിക്കയ്ക്ക് മുകളിൽ ആരും ചുമത്തിയിട്ടില്ല. കാരണം എന്താ? ഇസ്രായേൽ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇസ്രായേൽ കുറച്ചും കൂടി മര്യാദക്കാരനാണ്. ഇസ്രായേലിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ അവർ പലപ്പോഴും പ്രതികരിക്കുമ്പോൾ തെളിവൊക്കെ വെച്ചിട്ടാണ് പ്രതികരിക്കുക. അവർ കുറച്ച് സമയം എടുക്കും. അവരിങ്ങനെ മുസ്ലിങ്ങൾ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് അത് സോഷ്യൽ മീഡിയയിൽ ഓൾ ഐസ് ഓൺ ഡാഷ് എന്നങ്ങ് എഴുതി വിട്ട് അല്ലെങ്കിൽ ഇമേജ് ഉണ്ടാക്കി എന്തെങ്കിലും കോമാളിത്തരം കാണിക്കും. ഇപ്പോൾ ഇറാനൊക്കെ ഇപ്പോൾ കാണിക്കുന്ന പോലെ ഞങ്ങൾ ജയിച്ചു, ഇറാന്റെ ഭരണകൂടത്തിന്റെ സുസ്ഥിരതയെക്കുറിച്ചൊക്കെ അവരിങ്ങനെ വർണ്ണിച്ച് ഖമനിയൊക്കെ പോസ്റ്റ് ഇടുന്നുണ്ടല്ലോ. ആ മോഡല് നുണ പറഞ്ഞിട്ട് ഇസ്രായേൽ പൊതുവിൽ ഒരു ക്യാമ്പയിൻ നടത്താറില്ല. അതും ഇസ്രായേലിന്റെ ഭാഗത്തൊരു ചെറിയ വീഴ്ചയാണ്. കാരണം ഇവിടെ സത്യം എന്നുള്ളത് എപ്പോഴും മറഞ്ഞു പോകുന്നതാണ്. ഈ ആദ്യം വരുന്ന തലക്കെട്ടുകളൊക്കെ ഇസ്രായേലിനെതിരായിരിക്കും. അപ്പോൾ ഇസ്രായേൽ അങ്ങനെയുള്ള കുറെ പ്രതിസന്ധികൾ ഇതിനകത്ത് നേരിടുന്നുണ്ട്. ഇത് ഒരു യുദ്ധത്തിലും ഇന്ന് നടക്കുന്ന സമകാലികമായി 2025 നടക്കുന്ന മറ്റൊരു യുദ്ധത്തിലും ഒരു രാജ്യവും ഒരു ഗ്രൂപ്പും നേരിടാത്ത തരം സ്ക്രൂട്ടിനിയാണ് ഇസ്രായേൽ ഈ അവരുടെ പ്രദേശത്തുള്ള ഒരു കൂട്ടം തീവ്രവാദികളെ ഒതുക്കാൻ വേണ്ടി ഒരു ചെറിയ ക്യാമ്പയിൻ നടത്തുന്ന സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇനി മറ്റൊന്ന് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള വാർത്തയാണ്. മറ്റൊന്നല്ല, മറ്റ് രണ്ട്. ഇത് ഒന്ന് ഗുജറാത്തിലെ ഈ പെൺകുട്ടിയുടെ വിവാഹം വേറൊരു ഇവർക്ക് ഒരു പ്രേമബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വിവാഹം ഉറപ്പിക്കാൻ വേണ്ടി വേറെ ഒരു കുടുംബമായിട്ട് ആലോചിച്ചിരുന്നു, അങ്ങനെ എന്തോ ആണ് മനസ്സിലായത്. എന്തായാലും ഈ പെൺകുട്ടി അതിന് താല്പര്യപ്പെട്ടിരുന്നില്ല, വേറൊരാളെ വിവാഹം കഴിക്കാനാണ് താല്പര്യപ്പെട്ടത്. അപ്പോൾ അവരെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഈ പെൺകുട്ടിയുടെ പിതാവും സഹോദരനും കൂടി പിതാവിന്റെ സഹോദരനും കൂടി ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തി. ഗുജറാത്തിൽ നിന്നുള്ള വാർത്തയാണ്. അതാണ് ഒന്ന്. അതുപോലെ തമിഴ്നാട്ടിൽ ജാതി മാറി കല്യാണം കഴിച്ചു അല്ലെങ്കിൽ അങ്ങനെ ഒരു വിവാഹബന്ധം വന്നതിന് ഈ പെണ്ണിന്റെ കസിനാണെന്ന് തോന്നുന്നു ഇതേപോലെ ഒരു ദളിത് യുവാവിനെ, സോക്കോൾഡ് ദളിത് യുവാവിന്, ഒരു IT ഉദ്യോഗാർത്ഥിയാണ്. അപ്പോൾ അയാളെ എനിക്കൊന്ന് ചെന്നൈ അടുത്താണെന്ന് തോന്നുന്നു അവിടെ വെച്ച് കൊലപ്പെടുത്തി. അപ്പോൾ നമ്മുടെ അടുത്തുള്ള സംസ്ഥാനമായിട്ടുള്ള നിരീശ്വരവാദികളുടെ തമിഴ്നാട്ടിലാണ് ഇത് നടക്കുന്നതെന്ന് ഓർക്കുക. അവിടെ ഇതുപോലത്തെ പല കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഇതധികം നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്ത് കണ്ടില്ല. ഒരുപക്ഷെ മുമ്പ് ആളുകൾ ചെയ്തിട്ടുണ്ടാവും. ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള വാർത്തയാണ്, ഏറ്റവും അടുത്ത വാർത്തയൊന്നുമല്ല. അതുമായി ബന്ധപ്പെട്ട് അവരുടെ ആ കുടുംബത്തിൽപ്പെട്ട ഈ പെണ്ണിന്റെ സഹോദരൻ അല്ലെങ്കിൽ കസിൻ സഹോദരനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിൽ നിന്ന് ഞാൻ എടുത്ത. എന്തായാലും നമ്മുടെ നാട്ടിൽ ഈ അഭിമാനക്കൊല അല്ലെങ്കിൽ ഇപ്പോൾ പണ്ടത്തെ പോലെ അഭിമാനക്കൊല എന്നല്ല, ഇപ്പോൾ പത്രത്തിൽ തലക്കെട്ട് നോക്കുമ്പോൾ ഡിസ്ഹോണർ കില്ലിംഗ് എന്നാണ് കാണുന്നത്. അതെന്താണെന്നറിയില്ല, പേരൊക്കെ മാറ്റി പ്രോഗ്രസീവ് ആവുന്നതെന്ന് തോന്നുന്നു. എന്തായാലും അഭിമാനക്കൊലകളുടെ ഈ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നതാണ് നമ്മൾ മനസ്സിലാവുന്നത്. നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനം, നമ്മൾ തമിഴ്നാട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്തോ അവർ പെരിയാറിൻ്റെ ഒക്കെ ആ ഒരു സോക്കോൾഡ് പൂത്തൊലിഞ്ഞ നിരീശ്വരവാദം അവിടെയൊക്കെ കൊടിയാടുന്നതാണ്. അങ്ങനെയൊന്നുമല്ല. അവിടെ നമ്മൾ കേരളത്തിലൊന്നും നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ജാതി വൈരം പുലർത്തുന്ന ടീമുകളാണ് പൊതുവിൽ ഹിന്ദുക്കൾക്കിടയിലുള്ളത്. അവർക്കിടയിൽ നമ്മൾ ഒരു വശത്ത് അവരുടെ പ്രസ്താവനകളിൽ നിന്നൊക്കെ നമ്മൾ കുറച്ചൊക്കെ പ്രോഗ്രസീവ് ആണെന്ന് തോന്നുമെങ്കിലും ജാതിപരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഐത്തവും അങ്ങനത്തെ രീതികളൊക്കെ ഇപ്പോഴും ഈ 2025 പുലർത്തുന്ന പല ആളുകളും അവിടെ ഉണ്ട്. അതാണ് അവിടുത്തെ പാരമ്പര്യ രീതികൾ. അങ്ങനെ ജീവിക്കുന്ന, അതായത് പാരമ്പര്യമായിട്ട് ജീവിക്കുന്ന
ആളുകളിൽ കൂടുതലുള്ളത്. അവിടുത്തെ ഭൂരിപക്ഷവും നമ്മളെന്തോ തമിഴ്നാട്ടിൻ്റെ പൊളിറ്റിക്സും അവിടുത്തെ രാഷ്ട്രീയമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാവരും ഭയങ്കര പ്രോഗ്രസീവ് ആണെന്നൊക്കെ ചിന്തിക്കുന്നു. അത് കേരളത്തിലെ അവസ്ഥ എന്ന് വെച്ചാൽ താരതമ്യം ചെയ്താൽ മതി. കേരളത്തിലെ പ്രോഗ്രസീവ് പ്രബുദ്ധത എന്താണ് എന്ന് നമ്മൾ 2-3 ദിവസം വാർത്ത വായിച്ചു കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവും. അപ്പോൾ അതാണ് ഒന്ന്. അപ്പോൾ ഇന്ത്യയിൽ 2025 ഇങ്ങനത്തെ ഒക്കെ വാർത്തകൾ കേൾക്കുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമാണ്. ഒന്ന് നിയമത്തോടുള്ള ബാധ്യത തന്നെയാണ്. ഇപ്പം നിയമം എല്ലാവരും അനുസരിക്കണം. മറ്റുള്ള ഒരാളുടെ ജീവൻ, അതിപ്പോൾ നിങ്ങളുടെ സ്വന്തം കുട്ടിയാണെങ്കിലും അവരുടെ ജീവൻ എടുക്കാൻ പാടില്ല എന്നുള്ള ബോധമൊക്കെ എത്രത്തോളം ആളുകളിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി എത്ര തലമുറകൾ എടുക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മുടെ വാർത്തകളിൽ നിന്ന് മായാൻ എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കും. ഇനി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ത്രീ. മൊറോക്കോയിലെ ഒരു ഫെമിനിസ്റ്റാണ്. നമ്മുടെ നാട്ടിലെ ഫെമിനിസ്റ്റുകളൊക്കെ ഇവരെ ഇവർ കാണുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഇവിടുത്തെ ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല, ഹിജാബിന് വേണ്ടി സമരം ചെയ്യുന്നതാണ് ഇവിടുത്തെ ഫെമിനിസം. പോട്ടെ, അവിടെ ഒരു ഫെമിനിസ്റ്റും ആക്ടിവിസ്റ്റും ആയിട്ടുള്ള ഈ വ്യക്തി ഒരു സംഘടനയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇൻഡിവിജ്വൽ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മൊറോക്കോക്കാരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടൊക്കെ മാലി എന്നാണ് സംഘടനയുടെ പേര്. അപ്പോൾ അങ്ങനെ ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്നു അവർ. ഈ ഇടയ്ക്ക് കണ്ട സോഷ്യൽ മീഡിയയിൽ അല്ലാ ഈസ് ലെസ്ബിയൻ എന്നൊരു പോസ്റ്റ് ഇട്ടു. അതോടെ കേസ് വന്നു. മെക്സിക്കോയിൽ ഈ ബ്ലാസ്ഫമി, അത് മതനിന്ന കുറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ അകത്ത് പോകുന്ന ഒരു കേസാണ്. എന്തായാലും ഇതുവരെ ജയിലിൽ പോയിട്ടില്ല, വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെക്കുറിച്ച് പല ലേഖനങ്ങൾ ഞാൻ കണ്ടു. ഒരു മിനിറ്റ്, ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ പോയി. ഓക്കെ, ഇത് നമ്മുടെ LGBTQ-യുമായി ബന്ധപ്പെട്ട ഒരു വെബ്സൈറ്റാണ്. ഞാൻ അവരുടെ മടയിൽ പോയി തന്നെ നിങ്ങൾക്ക് വാർത്ത വായിച്ചുതരാം. LGBTQ ഫോർ പലസ്തീനൊക്കെ ശ്രദ്ധിക്കുക. പലസ്തീന് ഇതിലും കഷ്ടമാണ് അവസ്ഥ. പെൺകുട്ടിക്ക് ഇപ്പം ജീവിച്ചിരിപ്പുണ്ടല്ലോ, അവിടെ ജീവിക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാണ്. എന്തായാലും മൊറോക്കോ എന്ന് പറയുമ്പോൾ ഒരു മോഡറേറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര മോഡറേറ്റ് അല്ല. പക്ഷെ മറ്റ് മുസ്ലിം രാജ്യങ്ങൾ നോക്കുമ്പോൾ കുറച്ച് മെച്ചമാണെന്ന് പറയാം. എന്തായാലും ഈ മതനിന്ന കുറ്റമൊക്കെ ഉണ്ട് എന്ന് മാത്രമല്ല, ജനങ്ങളും അത്യാവശ്യം മതഭ്രാന്തൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. പക്ഷെ യൂറോപ്പുമായിട്ടുള്ള അടുത്ത് പ്രാദേശികമായിട്ടും അടുത്താണ്. യൂറോപ്പുമായിട്ട് മറ്റ് രീതിയിലൊക്കെ ഉള്ള ബന്ധവും കൊണ്ട് ചെറുതായിട്ടൊക്കെ വെളിവുള്ള ആളുകളും ഉള്ളൊരു രാജ്യമാണ് മൊറോക്കോ. എന്തായാലും പിന്നെ ഇസ്ലാം ഒരു ഭാഗത്തുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് മെച്ചമൊന്നും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ഇവരുടെ പേര് ഇബ്തിസാമെ ലഷ്കർ എന്നാണ്. അപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ ഇപ്പോഴും അവർക്കെതിരെ വിധിയൊന്നും വന്നിട്ടില്ല. അവരുടെ ഭാഗം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രതിഭാഗം വക്കീൽ പറഞ്ഞത് ഞങ്ങളുടെ ഡിഫൻസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഒരു അന്തിമമായിട്ട് ഒരു തീർപ്പൊന്നും വന്നിട്ടില്ല. എന്തായാലും ഇതാണ് മറ്റൊരു വാർത്ത. ഇനി ഒരു ഇപ്പൊ എവിടെ എത്തി? അല്ല, ഈ മൊറോക്കോയില് പൊതുവെ ഈ ഫ്രീ തിങ്കിങ്ങും റാഷണലിസവും ഒക്കെ ചെറിയ രീതിയിൽ ഒരു കൾച്ചറൽ ഇൻഫ്ലുവൻസ്, ഫ്രാൻസുമായിട്ടുള്ള കൾച്ചറൽ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് അവിടെ കുറേ ഇൻ്റലക്ച്വൽസ് ഒക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. അത് ഉള്ളതും വളരെ വോക്കലായിട്ട് അവർ ഫ്രാൻസിൽ പോകുമ്പോഴാണ് അവർ സംസാരിക്കുന്നത്. തിരിച്ച് മൊറോക്കോയിലേക്ക് വരുമ്പോൾ അവർ ഇപ്പം കേരളത്തിലെ പോലെ തന്നെ പൊതുവേദികളിലൊന്നും ഇറങ്ങി നടക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും അവർക്ക് കഴിയില്ല. അവർക്ക് ദേ ഡോണ്ട് ഗെറ്റ് വെന്യൂ, ഓപ്പൺ ചാനൽ. ഇപ്പം ആരിഫിനുണ്ട് അതേ സിറ്റുവേഷനൊക്കെ തന്നെയാണ് മൊറോക്കോയിലുള്ള എക്സ് മുസ്ലിംസ് ഫേസ് ചെയ്യുന്നത്. വൈൽ ഇൻ ഫ്രാൻസ്, ബിക്കോസ് ലിംഗ്വിസ്റ്റിക്കലി ഒരു ഫ്രാങ്കോഫോൺ രാജ്യമാണ് മൊറോക്കോ എന്ന് പറയുന്നത്. സോ ദ സിറ്റുവേഷൻ ഇസ് ഡൈനാമിക്, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഫ്രഞ്ചിലാണ് അവരുടെ സംഘടനയുടെ പേര്. മാലി എന്നാണ് സംഘടനയുടെ പേര്. അത് എന്താണ്, ലിബർട്ടേ, എന്താ പിന്നെ ഇൻഡിവിജ്വലി മൊറോക്ക് എത്തീസവും അല്ല, അതെനിക്കൊന്ന് ആഗ്നോസ്റ്റിക്. ഒരു കാര്യം കൂടി ഉണ്ട്. ഒരു കാര്യം കൂടി ഉണ്ട്. ഈ മൊറോക്കോയിലെ ഒരു ജൂയിഷ് കമ്മ്യൂണിറ്റി ഉണ്ട്, ചെറുതാണെങ്കിലും അവിടെ ത്രൈവിംഗ് ആണ്. ജൂയിഷ്, ക്രിസ്ത്യൻ, കോപ്റ്റിക്, നോൺ ബിലീവേഴ്സ്, കാത്തലിക്, ഷിയ,
ചെറിയ എല്ലാ ഡിനോമിനേഷൻ ഉണ്ട്. ബട്ട് വെരി ഈ ബർബർ ട്രൈബ്സ് വളരെ ഡോമിനൻ്റ് ആണ് അവിടെ. ഈ ട്രൈബൽ അഫിനിറ്റി അവർക്ക് ഭയങ്കര സ്ട്രോങ് ആണ്. ദേ സ്റ്റിൽ ഹാവ് ദിസ് ഈ രാജഭക്തിയൊക്കെ ഉള്ള ഒരു രാജ്യമാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് നിങ്ങൾക്ക് അറിയാം കേരളത്തിൽ നിന്നുള്ള വാർത്തയാണ്. അപ്പോൾ ഞാനിപ്പോൾ അധികം ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമുള്ള, ഏകദേശം ഏഷ്യാനെറ്റ് അടക്കമുള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ എന്തായാലും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. കുറഞ്ഞ പക്ഷം വാർത്തയിൽ നിറഞ്ഞു നിന്നൊരു വിഷയമായിരുന്നു കോതമംഗലം. അവിടെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. 23 വയസ്സായിരുന്നു. അവർ ഒരു മുസ്ലിം പയ്യനുമായി പ്രേമത്തിലായി. കുറച്ച് കഴിഞ്ഞ സമയത്ത് ഈ മുസ്ലിം പയ്യൻ്റെ കുടുംബക്കാരും കൂടി ഈ പെൺകുട്ടിയെ മതം മാറ്റാൻ നിർബന്ധിച്ചു. ഇവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഇവരെ കൂട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു എന്നാണ് ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നത്. അങ്ങനെ മർദ്ദിച്ച ശേഷം സ്വന്തം വീട്ടിൽ തിരിച്ചെത്തി. കുറച്ച് കഴിഞ്ഞ്, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണോ കുറച്ച് കഴിഞ്ഞാണെന്ന് അറിയില്ല, ഈ പെൺകുട്ടി ഇത് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്തു. അപ്പോൾ പല ആളുകളും നമ്മൾ ഈ ലവ് ജിഹാദിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ചോദിക്കാറുണ്ട്, ലവ് ജിഹാദ് എന്നുള്ളത് ഹൈക്കോടതി പറഞ്ഞല്ലോ ഇല്ലാന്ന്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇന്ന സഖാവ് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഇന്ന യുക്തിവാദി പറയുന്നുണ്ടല്ലോ അങ്ങനെയൊന്നും ഇല്ലാന്ന്, അതൊക്കെ നിങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ, അങ്ങനെ പാർലമെന്റ് പറഞ്ഞല്ലോ അങ്ങനെ ഇല്ലാന്ന്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഈ സോക്കോൾഡ് ജിഹാദ്, ലവ് ജിഹാദ് എന്ന് വിളിക്കുന്നത്. ഇതിനെ പിന്നെ നിങ്ങൾ എന്ത് വിളിക്കും? ഈ ആളുകളെ നിർബന്ധിച്ച് മതം മാറ്റി, അതിനിപ്പോൾ നിങ്ങൾ എങ്ങനെ മതം മാറ്റും? ഇപ്പോൾ സംഘടിതമായി മതം മാറ്റുന്നില്ലല്ലോ എന്നുള്ള പലതരം വ്യാഖ്യാനങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിനെയാണ് സംഘം ചേർന്ന് മതം മാറ്റുക എന്ന് പറയുന്നത്. ഇപ്പം ഈ പെൺകുട്ടിയുടെ ഈ പ്രേമം കാരണം അവർ തീർച്ചയായും പെൺകുട്ടികൾ പ്രേമിക്കുന്ന സമയത്ത് പലതരം സമ്മർദ്ദങ്ങളും പെൺകുട്ടിയുടെ മുകളിലുണ്ടാവും. അത് പൊതുവെ നമ്മുടെ പരമ്പരാഗത സമൂഹത്തിൽ, കേരളത്തിൻ്റെ പരമ്പരാഗത സമൂഹത്തിലടക്കം അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഭർത്താവിൻ്റെ പല ഇംഗിതങ്ങൾക്കും വഴങ്ങേണ്ടി വരും, അല്ലെങ്കിൽ ഭാവി ഭർത്താവിൻ്റെ, അല്ലെങ്കിൽ പ്രേമിക്കുന്ന കാമുകൻ്റെ. അപ്പോൾ കാമുകൻ്റെ കുടുംബം ഇതുപോലെ ഇവരെ മതം മാറ്റാൻ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് സംഘടിതമായി മതം മാറ്റാൻ എന്ന് തന്നെയാണ് വ്യാഖ്യാനിക്കേണ്ടത്. അല്ലാതെ കാമുകൻ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ഈ പെൺകുട്ടി ഈ പ്രശ്നം അനുഭവിക്കേണ്ടി വന്നത്. അവരുടെ അമ്മയും ബാക്കി കുടുംബക്കാരൊക്കെ ഇതിനകത്ത് പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത്. ഇനി മറ്റൊരു കാര്യം അറിയാലോ, ഇസ്ലാമിനകത്തേക്ക് അവർ പ്രേമബന്ധം, വിവാഹബന്ധം, എന്ത് ബന്ധവുമായിട്ട് ചെന്നാലും അവരുടെ ഫസ്റ്റ് അവർ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്ന് മതം അനുശാസിക്കുന്നത് അവരെ മതം മാറ്റാൻ നോക്കുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ ഒരു അന്യമത വിശ്വാസിയായി മരിക്കുന്നത് ഒരു മുസ്ലിമിന് സഹിക്കാൻ പറ്റില്ല എന്നാണ് പൊതുവിൽ അതിൻ്റെ ഒരു ഡിസ്കോഴ്സ് നോക്കിയാൽ മനസ്സിലാവും. അതായത് മറ്റൊരു മതത്തിലായിട്ട് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നരകത്തിൽ പോകില്ലേ, അതുകൊണ്ടുള്ള ആ ഒരു സ്നേഹത്തിന്റെ പുറത്താണ് അവർ ചെയ്യുന്നത് എന്നാണ് പലരും പറയുന്നത്. രക്ഷിക്കാൻ വേണ്ടി, രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന. ഈ അവസരത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വളരെ പെട്ടെന്ന് മറന്നു പോകുന്നു. ചങ്കൂർ ബാബയുടെ ഈ സന്നദ്ധ സേവനത്തെ കുറിച്ച് നമ്മൾ പറയാതെ പോരുത്. അതും കൂടി ഒന്ന് രണ്ടു വാക്ക് ചങ്കൂർ ബാബയെ പറ്റി രണ്ടു വാക്ക് പറയും. ഞാൻ സ്ക്രീനിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ഈ ഇതേപോലെ കുറെ ആൾക്കാരെ സ്വന്തം വീട്ടിലെ സർവന്റിന്റെ മകളുടെ കല്യാണമൊക്കെ നടത്തി തരാന്ന് പറഞ്ഞ് പണം കൊടുത്തിട്ടൊക്കെ മതം മാറ്റാൻ നോക്കി. ഞാൻ നേരത്തെ പറഞ്ഞ ആ കേസിലെ ദളിത് പെൺകുട്ടിയെ, മൈനറായ പെൺകുട്ടിയെ കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നിട്ട് ജിഹാദിന് പ്രേരിപ്പിക്കുകയാണ്. അവിടെയും പണമാണ്. അവർ പറയുന്നത് ഞങ്ങൾ കുറെ പൈസ ഒക്കെ തരാം, നിന്റെ കുടുംബത്തിനും ഒരുപാട് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ പ്രലോഭിപ്പിക്കുന്നത്. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം പണമാണ്. മറുവശത്ത് പോയി പ്രേമബന്ധം ഒക്കെ ഉപയോഗിച്ച് അതിൻ്റെ ആ ഒരു വീക്ക്നെസ്, പ്രത്യേകിച്ച് ഇപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിലാവുമ്പോൾ അവർ പലതരം സമ്മർദ്ദങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ പെട്ടുപോകും. ഞാൻ പറഞ്ഞ പോലെ ഈ ഭർത്താവിൻ്റെ കുടുംബക്കാരുടെ ഇങ്ങനത്തെ കുറേ ദുർവാശികൾക്ക് അവർ നിന്ന് കൊടുക്കേണ്ടി വരും. എന്തായാലും ഈ പെൺകുട്ടി ഇപ്പോൾ ഇത് മരിച്ചതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈ പെൺകുട്ടി മരിച്ചില്ലായിരുന്നായിരിക്കാം, ഈ പെൺകുട്ടി മതം മാറിയെന്നായിരിക്കും. ജസ്റ്റ് ഒരു നോർമൽ മതമാറ്റം ചിലപ്പോൾ നമ്മൾ വാർത്തയിൽ പോലും കാണില്ല. അതാണ് അതിൻ്റെ ഒരു മറുവശം. ഇങ്ങനെ എത്ര പെൺകുട്ടികളെ ഇങ്ങനെ പോയി പ്രേമിച്ച് അവസാനം അവർ ഇതുപോലെ മതം മാറുന്ന കേസുകൾ ഉടനീളം കേരളത്തിലുണ്ടാവും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇത് ജസ്റ്റ് ഒരു സ്പെസിമെനാണ്. ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തുകൊണ്ട് മാത്രം വാർത്തയിൽ വന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. മറുവശത്ത് പെൺകുട്ടികൾ ഒരു പക്ഷേ സംസാരിക്കാൻ പോലും സാധ്യതയില്ല. ഇനി ഇത്
ലവ് ജിഹാദ് അല്ലെങ്കിൽ പിന്നെ എന്താണ് ലവ് ജിഹാദ് എന്ന് പലരും വ്യാഖ്യാനിച്ച് നമുക്ക് തരാം. കാരണം നമുക്ക് മനസ്സിലാക്കാൻ താല്പര്യമുണ്ട്. ഇനി ഞങ്ങളുടെ ഭാഷയുടെ പ്രശ്നമാണെന്ന് അറിയില്ല. ലവ് ജിഹാദ് നമുക്ക് നിർവചിക്കുമ്പോൾ മലയാളത്തിൽ വാക്കുകളില്ലാത്ത പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ടാവാമല്ലോ. അപ്പൊ അങ്ങനെ അല്ല, വല്ല ഈ പണ്ഡിതരുണ്ടെങ്കിൽ പൈസ വാങ്ങിച്ചിട്ടേ ഇപ്പം ഷാർജ, ദുബായ്, UAE, അതാണ് ഞാൻ ഇപ്പൊ വായിക്കുന്ന വാർത്ത. ഈ ചങ്കൂർ ബാബയുടെ ഒരു സിറ്റുവേഷൻ, അത് ഇതിൽ അവർ ഇൻവോൾവ് ആണെന്ന് എനിക്കറിയില്ല. ബട്ട് ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ഒരു സമയത്ത് വിശ്വസിച്ചായിരുന്നു. ഇതൊക്കെ വെറുതെ ഇവന്മാര് പറഞ്ഞ് ഒരു എന്താ പറയുക, മുസ്ലിം ഹേറ്റഡ് കൊണ്ട് ഇവരിങ്ങനെ പടർത്തുന്ന വാർത്തയാണ്. പക്ഷെ ചങ്കൂർ ബാബയുടെ വാർത്ത വന്നപ്പോഴാണ് 1000-ഓളം ചെറുപ്പക്കാരെ ഇയാൾ റിക്രൂട്ട് ചെയ്ത് ദരിദ്രരായിട്ടുള്ള അമുസ്ലിങ്ങളായ സ്ത്രീകളെ വശീകരിച്ച് മതം മാറ്റാനായിട്ട് കോടിക്കണക്കിന് രൂപ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇയാൾ കൈപ്പറ്റി. എന്നിട്ട് ഈ ചതിയിൽ വഞ്ചന കാണിക്കുക എന്ന് പറയില്ലേ, എന്നിട്ട് ഇങ്ങേര് സ്വന്തമായിട്ട് കാശ് ഇയാള് ഇങ്ങേര് പറഞ്ഞ ജോലി ഇങ്ങേര് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങേര് പെട്ടുപോയത്. മര്യാദയ്ക്ക് ഇയാൾ ദാവപ്രവർത്തനം ചെയ്തിരുന്നെങ്കിൽ നമ്മൾ അതിന്റെ ആരും അറിയില്ല. ഇങ്ങനെ ആ പണം വെച്ചിട്ട് ഇയാൾ കുറെ കോടികൾ കൊണ്ട് വീടുകളും കൊട്ടാരങ്ങളും വണ്ടികളും ഒക്കെ ഉണ്ടാക്കി. അങ്ങനെയാണ് ഇയാൾ പെട്ടുപോയത്. മനസ്സിലായില്ലേ? അപ്പോ കൈപ്പള്ളി പറഞ്ഞ പോലെ ഇത് ഒരു വിഷയമല്ല. അപ്പൊ നമ്മള് ഇവിടെ ഒക്കെ കരുതുന്ന ഇങ്ങനെ പല സിദ്ധാന്തങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ കരുതും ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളെ ഇത് ഭീമാജ്വല്ലറിയുടെ പരസ്യം പോലെ നമ്മൾ പറയുന്നു 916, കോയ ചെയ്ത് കാണിച്ചു തരും 916. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വാർത്തയിൽ വരും. നമ്മൾ ഇപ്പൊ ഈ പരിപാടി നിർത്തി ആളെ രാവിലെ ഒന്നായിരിക്കും, എന്നാലും ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും, വാർത്തയിൽ വരും. ഇപ്പോൾ തീവ്രവാദം, നമ്മൾ തീവ്രവാദത്തെക്കുറിച്ച് ആഴ്ചയ്ക്ക് അല്ലെങ്കിൽ ദിവസത്തിന് ദിവസം പറയുന്നുണ്ട്. തീവ്രവാദം നമ്മൾ അതിനെക്കുറിച്ച് ബോധവൽക്കരിച്ചില്ലെങ്കിലും ഇത് നടക്കുന്നതിന്റെ വാർത്തകളൊക്കെ എന്നും വരുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതിന്റെ വാർത്ത പലരിലും അല്ലെങ്കിൽ ആൾക്കാരിൽ എത്തുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. പലരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അവർ അത് നോർമലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇതൊക്കെ സാധാരണ സംഭവിക്കുന്നതാണ് എന്നുള്ളൊരു ചിന്തയിലാണ് നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പിന്നെ ലവ് ജിഹാദ് എന്നുള്ളൊരു വാക്കാണ് എല്ലാവരുടെയും പ്രശ്നം. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. ഈ വിവാഹം നടക്കുമ്പോൾ മതം മാറ്റം നടത്തണം എന്ന വാശി ഇന്ത്യയിലെ ഭൂരിപക്ഷ സമുദായമായിട്ടുള്ള ഹിന്ദുക്കൾക്കില്ല. അപ്പോൾ അതില്ലാത്ത കൂട്ടരും ഇവിടെ ഉണ്ട്. എന്നാൽ ഈ സെമിറ്റിക് മതങ്ങളിൽ ഈ വാശിയുണ്ട് എന്ന് മാത്രമല്ല, അതുമൂലം തീവ്രവാദത്തിന് കൊണ്ടുപോയ കേസ് വരെ പ്രേമിച്ച് വിവാഹം കഴിക്കുകയും അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഇതേപോലെ മതം മാറ്റി അവിടെ തീവ്രവാദത്തിന് കൊണ്ടുപോയ കേസ് വരെയുണ്ട്. ഇനി എന്ത് തെളിവ് കിട്ടിയാലാണ് നിങ്ങളിത് ലവ് ജിഹാദ് എന്ന് അംഗീകരിച്ച് സീലടിച്ച് തരിക എന്ന് മാത്രം എന്നോട് പറഞ്ഞാൽ മതി. കാരണം ഇത്രയും തെളിവ്, ഇപ്പൊ ചങ്കൂർ ബാബയുടെ കേസാവട്ടെ, നേരത്തെ പറഞ്ഞ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയുടെ കേസാവട്ടെ, മറ്റനവധി കേസുകളാവട്ടെ, ഇതിൽ ഏത് തരം തെളിവാണ് നിങ്ങൾക്ക് ഇനി വേണ്ടത്? ഇങ്ങനെ നിർബന്ധപൂർവ്വം പ്രേമബന്ധത്തിലൂടെ അല്ലെങ്കിൽ ആദ്യം പ്രേമബന്ധമായിട്ട് തുടങ്ങി പിന്നീട് മതമാറ്റത്തിലേക്ക് പോകുന്ന കേസുകൾ ഉണ്ട് എന്നുള്ളത് അതിനി എങ്ങനെ മാറ്റിയാലും. ഇപ്പോൾ ഈ പെൺകുട്ടി പ്രേമിച്ചു, അതുകൊണ്ട് ഭർത്താവിൻ്റെ കുടുംബക്കാർ മതം മാറ്റി. അവർക്ക് പിന്നിലൊരു സംഘടന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ രാജ്യത്തും നമ്മുടെ രാജ്യത്തും ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അവർക്ക് ഒരു വിവാഹം അവരുടെ കുടുംബവുമായിട്ട് അല്ലെങ്കിൽ ഒരു മുസ്ലിം കുടുംബമായിട്ട് ഒരു വിവാഹ ബന്ധം ഉണ്ടാവണമെങ്കിൽ ഒന്നാമത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള കല്യാണമല്ല ഇസ്ലാമിലുള്ളത്. അമ്മായിയപ്പനും ചെറുക്കനുമാണ് കെട്ടുന്നത്. അവർ തമ്മിലാണ് കല്യാണം നടക്കുന്നത്. ആദ്യ രാത്രിക്ക് മാത്രമാണ് സ്ത്രീ വരുന്നത്. ഫസ്റ്റ് എൻട്രൻസ് അപ്പനെയാണ്, മണിയറയിലാണ്. അപ്പോൾ അത് പിന്നെ വേറൊരു പ്രശ്നം വന്നിരിക്കും. എന്നാൽ ഈ പെൺകുട്ടി, അതായത് ഇവരുടെ വീട്ടിലംഗത്തെ എല്ലാം ഇങ്ങനെ മതമാറ്റം നിർബന്ധിച്ച് ഉപദ്രവിക്കുന്നത് വേറെ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടി, ഒരു വ്യക്തിയാണെന്ന് പറയും. ആ വ്യക്തിക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യത്തിന് നിർബന്ധിച്ച് ഇതേപോലെ അവരെ മാനസിക സമ്മർദ്ദത്തിലാക്കി ആത്മഹത്യ ചെയ്യിപ്പിച്ച ഈ സംഭവത്തെ ഈ ലവ് ജിഹാദ് എന്ന ഗണത്തിൽപ്പെടുത്താൻ പറ്റില്ലെങ്കിൽ വാട്ട് ഈസ് ലവ് ജിഹാദ് അല്ലെങ്കിൽ ലവ് ജിഹാദ് ക്യാ ഹേ എന്ന് നിങ്ങൾ നമുക്ക് പറഞ്ഞുതരാം. ഇത് ലവ് ജിഹാദ് ആണോ അല്ലേ എന്നതിനെ കുറിച്ചൊക്കെയാണ് സോക്കോൾഡ് യുക്തിവാദികൾ ഏഷ്യാനെറ്റിലൊക്കെ വന്ന് സംസാരിക്കുന്നത്. അവർക്ക് ഈ പെൺകുട്ടി മരിച്ചതിലുള്ളതൊക്കെ അല്ല ഉള്ളത്. യഥാർത്ഥത്തിൽ അവർക്ക് അവരുടെ പ്രശ്നം ഇത് ലവ് ജിഹാദ് ആണോ അല്ലേ എന്ന് ഞങ്ങൾ പറഞ്ഞുതരാം എന്നുള്ളതാണ്. ഇപ്പോൾ സോക്കോൾഡ് സാംസ്കാരിക നായകരും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ യുക്തിവാഴകളും അവർ ഈ വിഷയത്തിൽ നേരത്തെ കന്യാസ്ത്രീയുടെ വിഷയത്തിലൊക്കെ നമ്മൾ കേരളത്തിൽ കണ്ട ആ ഒരു പരക്കം പാച്ചിൽ അല്ലെങ്കിൽ സോക്കോൾഡ് ഛത്തീസ്ഗഡിലേക്കൊക്കെ ഞങ്ങൾ വണ്ടി പിടിച്ച് അല്ലെങ്കിൽ വണ്ടിക്കാശ് തരാം, ഛത്തീസ്ഗഡിലേക്കൊന്ന് പോയിട്ട് തീരുമാനമാക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കേരളത്തിലെ സോക്കോൾഡ് ക്രൈസ്തവ ബിഷപ്പുമാരും അവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തുകൊണ്ട് താല്പര്യം നിങ്ങൾ കാണിക്കുന്നില്ല? ഈ ഒരു പ്രശ്നം ശരിയാണ്, പല മാധ്യമങ്ങളും വന്നെങ്കിലും അത്ര ഈ കന്യാസ്ത്രീക്കില്ലാത്ത
എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ള കുട്ടിയാണോ ഈ മരിച്ചത് എന്ന് നിങ്ങൾ പറയുന്നു? കാരണം നമ്മൾ ജീവന്റെ വില വെച്ച് നോക്കുകയാണെങ്കിൽ കന്യാസ്ത്രീകൾക്കെതിരെ എന്തായാലും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഒരു അറസ്റ്റ്, ഒരു നിയമപരമായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അതിന്റെ പേരിലുണ്ടായ കോലാഹലം എന്തുകൊണ്ട് ഈ സോന എൽദോസ് എന്നാണ് തോന്നുന്നത്, ഇവരുടെ ഈ കുട്ടിയുടെ പേരിൽ കേരളത്തിൽ ഉണ്ടായില്ല എന്ന് നിങ്ങൾ ചിന്തിക്കണം. കാരണം വളരെ കൃത്യമായിട്ട് ഒരു സോക്കോൾഡ് മതത്തിന്റെ ആളുകൾ മറ്റൊരു മതത്തിലെ ഒരാളെ ഉപദ്രവിച്ച് അവരെ മാനസിക സമ്മർദ്ദത്തിലാക്കി ആത്മഹത്യയിലേക്ക് വരെ വലിച്ചഴച്ച് ഒരു സംഭവമാണത്. ഇതുപോലത്തെ ഒരു പ്രശ്നമായിരുന്നില്ലല്ലോ കന്യാസ്ത്രീകൾ. അവിടുത്തെ ഒരു മത നിയമം അല്ലെങ്കിൽ മതമാറ്റം നിരോധന നിയമം അതിൻ്റെ ഒരു വക്ക് പിടിച്ച് അവിടുത്തെ ഒരു കേസ് വരുന്നു. അതിൽ ഏത് പൗരനെ അറസ്റ്റ് ചെയ്യുന്ന പോലെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യും. എന്നാൽ ഇത്രയും വലിയ ഗൗരവമുള്ള സംഭവം ഉണ്ടായിട്ട് ഈ കേരളത്തിലെ ആളുകളുടെ പ്രതികരണം, പ്രത്യേകിച്ച് അന്ന് പ്രതികരിച്ചവർ എന്തുകൊണ്ട് അത്രയും രോഷാകുലരായിട്ട് ധാർമ്മിക രോഷം പൂണ്ട് ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്നുള്ളത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയില്ലെങ്കിൽ ഇതാണ് നമ്മുടെ കേരളത്തിന്റെ സോക്കോൾഡ് പ്രബുദ്ധത എന്ന് മനസ്സിലാക്കും. ഒരു പ്രത്യേക മതത്തിന്റെ കാര്യത്തിൽ എനിക്ക് ലൈറ്റ് ആയിട്ട് ഒരു കുരു പൊട്ടിക്കാനുണ്ടായിരുന്നു. ഈ ലവ് ജിഹാദ് എപ്പോഴും അമുസ്ലിങ്ങളായ ഹിന്ദുക്കളായിട്ടുള്ള സ്ത്രീകളുടെ പുറത്ത് മാത്രം മുസ്ലിങ്ങൾ പ്രയോഗിക്കുന്നതിന് പകരം ഈ ലവിന് വേണ്ടി തുടിക്കുന്ന കന്യാസ്ത്രീകളെ എന്തുകൊണ്ട് ഇവർ പ്രണയിക്കുന്നില്ല? അവരെ പ്രണയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ കാര്യം നടത്താൻ പറ്റും. കാരണം അവർക്ക് പ്രണയം ആവശ്യമുള്ള ഒരവസ്ഥയിലാണ് അവർ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, നിങ്ങൾ പോയി കന്യാസ്ത്രീകളെ പ്രണയിക്കൂ. കന്യാസ്ത്രീകൾ ദേ ആർ അവൈലബിൾ. അവരെ പ്രണയിച്ച് നിങ്ങൾ അവരെ മതം മാറ്റൂ. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഈ പ്രശ്നത്തിന്റെ പരിഹാരം അവർ തമ്മിലായിക്കോളും. ഒരു എബ്രഹാമിക് പ്രശ്നമായിട്ട് ഇത് മാറിക്കോളും. നിങ്ങൾക്ക് ആർക്കെങ്കിലും കുരു പൊട്ടിയിട്ടുണ്ടെങ്കിൽ നേരിട്ടോ ഒറ്റയ്ക്കോ കൂട്ടമായിട്ടോ നിങ്ങൾക്ക് പ്രതികരിക്കാവുന്നതാണ്. നന്ദി. ഓക്കെ, അപ്പോ ഇത്രയും വിഷയങ്ങളാണ് ഇനി അവരൊന്നും ഹോളി കൗസ്. കൗ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തെറ്റിദ്ധാരണയൊന്നും തോന്നരുത്. ദേ നോട്ട് ഹോളി കൗസ്, ദേ ആർ ഓൾസോ ഹ്യൂമൻ ബീങ്സ്. അവരും സ്ത്രീകളാണ്, അവർക്കും ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അവരെ പ്രണയിക്കണം. എല്ലാവരും സംഘടിതമായി കന്യാസ്ത്രീകളെ പ്രണയിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കുരു പൊട്ടുന്നില്ല ആരുടെയും. അല്ല, കന്യാസ്ത്രീകൾ ഓൾറെഡി പ്രേമത്തിലാണ്. അവര് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, യേശുവണ്ണനുമായിട്ട് അവര് നല്ല ലബിലാണ്. അതാണ്. അപ്പോ കന്യാസ്ത്രീകൾക്ക് ഇനി പ്രേമിക്കാൻ വകയില്ല. ഒരാളെ പ്രേമിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അവരെല്ലാരും കൂടി ഒരാളെ പ്രേമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് there is no end to that പ്രേമം. അതുകൊണ്ട് ആവശ്യങ്ങളൊന്നും നടക്കില്ല. അൺകണ്ടീഷണൽ പ്രേമം. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. സോറി, ഞാൻ എന്തായാലും ഒരു മിനിറ്റ് ജസ്റ്റ് അത് എടുക്കുന്ന സമയം കൊണ്ട് എനിക്കൊരു പരസ്യം ഉണ്ടായിരുന്നു. ഓക്കെ, പരസ്യപ്പെടുത്തിക്കോളൂ. എന്റെ സ്ക്രീൻ അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാളെയാണ് സ്പാൻഡ്രൽ എസൻസ് ഗ്ലോബൽ തൃശ്ശൂർ ശാസ്ത്ര സ്വതന്ത്ര ചിന്ത സെമിനാർ സ്പാൻഡ്രൽ 25. ഇത് ഉച്ചയ്ക്ക് 1 മണി മുതൽ 6 മണി വരെ അരങ്ങേറുന്ന പ്രഭാഷണങ്ങൾ, പല ചർച്ചകളും നടത്തുന്ന ഒരു ശാസ്ത്ര സ്വതന്ത്ര ചിന്ത സമ്മേളനമാണ്. സി രവിചന്ദ്രൻ, ചന്ദ്രശേഖർ രമേശ്, അനുപമ രാധാകൃഷ്ണൻ, ആരിഫ് ഹുസൈൻ, പൗലോസ് തോമസ് എന്നിവർ പങ്കെടുക്കുന്ന വിഷയാവതരണങ്ങളും ചർച്ചകളും പരിപാടിയിൽ അരങ്ങേറുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ 9815171543. പരിപാടി നാളെയാണ്. എന്തോ മ്യൂസിക് ഇടാൻ പറ്റുന്നില്ല എനിക്ക്. അത് പിന്നീട് എപ്പോഴെങ്കിലും എഡിറ്റ് ചെയ്ത് ചേർത്താൽ മതി. അപ്പം ഇതാണ് വിഷയം. ഇതാണ് പരിപാടി. സ്പാൻഡ്രൽ നിങ്ങൾക്കറിയാം, എവല്യൂഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. ഇറ്റ്സ് എ കോൺസിക്വൻസ് ഓഫ് സ്പീസിയേഷൻ ആൻഡ് എവല്യൂഷൻ. ഒരു കോണിപ്പടിയുടെ അടിയിൽ ഉണ്ടായി വരുന്ന ഒരു സ്പേസ് ആണ്. എവല്യൂഷൻ കാരണം ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് സ്പാൻഡ്രൽ. അങ്ങനെയാണ് ആ പേര് അതിന് കൊടുത്തിരിക്കുന്നത്. റീജിയണൽ തിയേറ്റർ തൃശ്ശൂർ, സ്പോണ്ടേനിയസ് ഓൾ ദ വേ 2025 അരങ്ങേറുന്ന പരിപാടി. നമ്മുടെ പ്രിയപ്പെട്ട
സുഹൃത്ത് ആരിഫ് ഹുസൈനും ചന്ദ്രശേഖർ രമേശ് ആ എല്ലാവരും ഉണ്ട്. ജസ്റ്റിസ് ഹാപ്പിയൻ തൃശ്ശൂർ ഉണ്ടാവും, നാളെ നമുക്ക് കാണാം. മെസ്സേജ് കണ്ടു. ആ Yeah. സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവരും പങ്കെടുത്ത് വിജയിപ്പിക്കും. നിരീശ്വരവാദികൾക്കും വേണ്ടേ പ്രചാരണം. അപ്പോൾ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ഇപ്പോൾ ഇതുവരെ പറഞ്ഞ വാർത്ത കൂടാതെ വേറൊരു സംഭവമാണ്. നമ്മൾ പൊതുവെ പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ടാവും, എപ്പിക് ഓഫ് ഗിൽഗമിഷ്. അപ്പം അതിൻ്റെ ഒരു ചുരുക്കം ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. എന്താണ് എപ്പിക് ഓഫ് ഗിൽഗമിഷ്? പലരും പറയാറുള്ളത് സ്കൂളിൽ പഠിക്കാനുണ്ടായിരുന്നു, കോളേജിൽ പഠിക്കാനുണ്ടായിരുന്നാണ് എപ്പിക് ഓഫ് ആ ഗിൽഗമിഷ്. ഓക്കെ അതെ. അപ്പോൾ എപ്പിക് ഓഫ് ഗിൽഗമിഷിനെ കുറിച്ച് പൊതുവിൽ പറയുമ്പോൾ ആളുകൾ ഉദ്ദേശിക്കുന്നത് ഈ പ്രളയ കഥകൾ, പഴയ ഒരു ഐതിഹ്യമാണ് എപ്പിക് ഓഫ് ഗിൽഗമിഷ്. ഗിൽഗമിഷിന്റെ ഐതിഹ്യം, അതിനകത്ത് ആണ് ഈ നോഹയുടെ പ്രളയത്തിന്റെ ആദ്യ രൂപം വന്നിട്ടുള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പലരും ഇത് പറയാറ്. അപ്പൊ എന്താണ് എപ്പിക് ഓഫ് ഗിൽഗമിഷ് എന്ന് ചുരുക്കി പറയുന്നത്? പണ്ട് 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 മെസപ്പൊട്ടോമിയയിലെ ഉറൂക്ക് എന്ന് പറഞ്ഞ പേര്, ഒരു നഗരം, അവിടുത്തെ രാജാവ്, തമ്പുരാൻ ആയിരുന്നു ഗിൽഗമേഷ്. അപ്പൊ ഗിൽഗമേഷ് അണ്ണൻ, അദ്ദേഹത്തെ പല ആളുകൾക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല. പുള്ളി ഭയങ്കര രാജാവാണ്, പരാക്രമിക്കായിരുന്നു. പക്ഷെ ഗിൽഗമേഷിനെ അവിടുത്തെ ദൈവങ്ങളും, മെസപ്പൊട്ടോമിയയിലെ അന്നത്തെ ദൈവങ്ങളും അന്നത്തെ അവിടുത്തെ പ്രജകൾക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഒരു വൃത്തികെട്ട രാജാവാണ് എന്നുള്ളൊരു ഇംപ്രഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഗിൽഗമേഷ് ഹറാം പറഞ്ഞവനായിരുന്നു. അങ്ങനെ അതായത് പുള്ളി ചെയ്തിരുന്ന ഒരു ഏറ്റവും പുള്ളിയുടെ ഫേവററ്റ് ഹോബി എന്ന് പറയുന്നത് കല്യാണം കഴിക്കുന്ന പെൺകുട്ടികളെല്ലാം ആദ്യ രാത്രി അദ്ദേഹം തന്നെ അനുഭവിച്ചതിന് ശേഷം മാത്രമേ പ്രജകൾക്ക് ആർക്കും ഈ പറഞ്ഞ ആദ്യ രാത്രി അനുവദനീയമായി. നല്ല മനുഷ്യനായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഗിൽഗമേഷിനെ ഒതുക്കാൻ വേണ്ടി ഈ ദൈവങ്ങളൊക്കെ തീരുമാനിക്കുന്നു. അങ്ങനെ ദൈവങ്ങൾ എന്ത് ചെയ്യുന്നു, എങ്കിഡു എന്ന് പറഞ്ഞിട്ടുള്ള ഗിൽഗമേഷിന്റെ അതേ ശാരീരിക പ്രത്യേകത ഒക്കെയുള്ള ഒരു ക്ലോണിനെ അവര് ആകാശത്ത് നടക്കുന്നു. അങ്ങനെ എങ്കിഡു രംഗപ്രവേശം ചെയ്യുന്നു. ഈ എങ്കിഡു ഗിൽഗമേഷിനെ എതിർക്കാൻ വേണ്ടിയാണ് വന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ ചെറിയ അടിപിടിയൊക്കെ ഉണ്ടായി. അവസാനം ഇവര് കട്ട ഫ്രണ്ട്സായി മാറുന്നു എന്നുള്ളതാണ് കഥ. അങ്ങനെ എങ്കിഡുവും ഗിൽഗമേഷും ഫ്രണ്ട്സായി മാറി. അപ്പൊ അതിനിടയിൽ വേറെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മറ്റേ സെക്സ് കഥ ഒക്കെ ഉണ്ട്, അത് പോട്ടെ. എന്തായാലും എങ്കിലും ഗിൽഗമേഷും ദൈവങ്ങളെ എതിർക്കാൻ വേണ്ടി അയച്ച, ദൈവത്തെ എതിർക്കാൻ വേണ്ടി ചെകുത്താൻ വന്നിട്ട് അവർ തമ്മിൽ ഫ്രണ്ട്സ് ആവുന്ന പോലെയാണ് ഇവർ തമ്മിൽ ഫ്രണ്ട്സായി. അങ്ങനെ ഈ ഗിൽഗമേഷും എങ്കിടും കൂടി അവർ മറ്റ് വലിയ വലിയ വില്ലന്മാരെയൊക്കെ തോപ്പിക്കാൻ വേണ്ടി പോവാണ്. അതിനിടയിൽ വീനസ്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ പാശ്ചാത്യ സാഹിത്യങ്ങളിൽ വീനസ് എന്ന് പറയുന്ന ദേവത, അല്ലെങ്കിൽ മെസപ്പൊട്ടോമിയൻ സാഹിത്യത്തിൽ ഇഷ്ടാർ എന്ന ദേവത, ആ ദേവതയ്ക്ക് ഈ ഗിൽഗമേഷിനോട് ഒരു പ്രേമം തോന്നുന്നു. അങ്ങനെ പ്രേമം അവർ പറയുന്നു, ഗിൽഗമേഷ് അത് തള്ളുന്നു, തേക്കുന്നു. അപ്പോൾ അവര് ആകാശത്തുനിന്ന് അവർക്കാകെ പ്രാന്താവുന്നു. ഗിൽഗമേഷ് എൻ്റെ പ്രേമം നിരസിച്ചു, ഞാൻ ദേവതയാണെന്ന് അറിഞ്ഞിട്ടും അവൻ പ്രേമം നിരസിച്ചുന്നുണ്ട്. പുള്ളിക്കാരിയുടെ അച്ഛൻ, ഈ ഒരു കാര്യം കൂടി, ഈ ദേവതയാണ്, ഇഷ്ടാർ എന്ന ദേവതയാണ് കേട്ടോ, ലാത്ത എന്ന പേരിൽ നമ്മുടെ അറബികൾ പണ്ട് വിളിച്ചിട്ട്. ഈ മെസപ്പൊട്ടോമിയയിൽ ഈ ദേവത തന്നെയാണത്. ഇത് ഉത്നപിഷ്ടമാണോ ഇഷ്താറാണോ? അതെ, ഇഷ്താറാണ് അത് ദേവത. ഉത്നപിഷ്ടമിന്റെ കഥ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഇഷ്താർ ദേവത ആകാശത്ത് നിന്ന് ഒരു പോത്തിനെ ഇറക്കുന്നു. ഒരു ഭയങ്കരമായ വില്ലൻ പോത്ത്, കാള. ഈ എങ്കിടനെയും ഗിൽഗമേഷിനെ ഒതുക്കാൻ വേണ്ടി, കാരണം ഗിൽഗമേഷ് ഇവളുടെ പ്രേമം നിരസിച്ച സമയത്ത് ഇഷ്ടാറിനെ ഭയങ്കരമായിട്ട് അപഹസിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ ഈ ഫ്രണ്ട്സ് സിനിമയില് നമ്മുടെ ജയറാമും മുകേഷും മീനയും തമ്മിലുള്ള ആ ഒരു ഈക്വേഷനിലെ അതേപോലെ ആയിരുന്നു. അപ്പൊ അതിനകത്ത് ഈ ഇഷ്താറിന് എങ്കിടുവിനോടും ഭയങ്കര ദേഷ്യം വന്ന് അങ്ങനെ ആണ് ഈ കാളയെ ഇറക്കുന്നുണ്ട്. അവസാനം ഈ കാളയെയും എങ്കിടുവും നമ്മുടെ ഈ ഗിൽഗമേഷും കൂടി തോപ്പിക്കുന്നു. ശേഷം ഞാൻ ആ പ്രളയകഥ എങ്ങനെയാണ് വരുന്നത് എന്നതിലേക്കാണ് വരുന്നത്. ഗിൽഗമേഷിന്റെ പ്രളയം എന്ന് പറഞ്ഞാൽ ഗിൽഗമേഷ് സംബന്ധമായിട്ടുള്ള പ്രളയമല്ല, അത് വേറൊരു പ്രളയമാണ്. അപ്പൊ അതിലേക്കാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഇഷ്ടാർ അവസാനം എന്ത് ചെയ്യുന്നു, ദൈവങ്ങളുമായിട്ട് കൂടിയാലോചന നടത്തുന്നു. നമുക്ക് ഈ രണ്ട് ആളുകൾ, ഇവരെ കൊണ്ട് ഭയങ്കര ശല്യമാണ്, ഇതിൽ ഒരാളെങ്കിലും മരിക്കണം എന്ന് പറയുന്നു. അങ്ങനെ അവസാനം ദൈവങ്ങളുടെ സോക്കോൾഡ് ആബ്രക്കഡാബ്ര മാജിക്കൽ പവേഴ്സ് കൊണ്ട് അവര് എങ്കിടുവിന് ഒരു രോഗം വരുത്തുന്നു.
അങ്ങനെ എങ്കിടു ശൈലി കിടക്കുന്നു. അങ്ങനെ ആകെ ഗിൽഗമേഷിനാകെ അദ്ദേഹം സെൻഡി ആവുന്നു, ആകെ ഭയങ്കര പ്രശ്നം. അങ്ങനെ എങ്കിടു മരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ട്രോമയിൽ ഗിൽഗമേഷിന് മരണത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങളോ ബോധമൊക്കെ വരുന്നു. അപ്പം മരണം, എങ്ങനെ നമുക്ക് മരണത്തെ അതിജീവിക്കാം എന്നുള്ള ഒരു സോക്കോൾഡ് ചിന്ത ഗിൽഗമേഷിന്റെ ഉള്ളിൽ വരുന്നു. അങ്ങനെ ഗിൽഗമേഷിന്റെ പൂർവികനായിട്ടുള്ള ഉത്നാപിഷ്ടിം എന്ന് പറഞ്ഞ ഒരാളെ കാണാൻ ചെല്ലുന്നു. പുള്ളിയെക്കുറിച്ച് ഉള്ള കഥയിലാണ് യഥാർത്ഥത്തിൽ ഈ പ്രളയം വരുന്നത്. അപ്പോൾ പ്രളയ കഥ എന്ന് നമ്മൾ ഗിൽഗമേഷിന്റെ പ്രളയം എന്നൊക്കെ പറയുമ്പോൾ അത് ശരിക്കും ഉത്നാപിഷ്ടിമിന്റെ പ്രളയമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉത്നാപിഷ്ടിമിന്റെ അടുത്തേക്ക് ഗിൽഗമേഷ് പോകുന്നതിന്റെ കാരണം മരണത്തെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഉത്നാപിഷ്ടിം എന്ന ഈ പറഞ്ഞ ഈ മറ്റ് പഴയൊരു രാജാവിന്റെ മകൻ, ഇദ്ദേഹം ഇതേപോലൊരു പ്രളയം ദൈവങ്ങൾ ഉണ്ടാക്കിയ സമയത്ത് പുള്ളി ഒരു കപ്പലുണ്ടാക്കുകയും അതിൽ പല ജീവികളുടെ ഇണകളൊക്കെ വെച്ച് ഒരുപാട് പുള്ളിയുടെ കുടുംബക്കാരും കയറ്റി ഒരു മലയുടെ അടുത്ത് പോയി അവസാനം പാർക്ക് ചെയ്യുന്ന നോയയുടെ അതേ കഥ. അത് ചെയ്ത് മരണത്തെ അതിജീവിച്ച, ആ പ്രളയത്തെ അതിജീവിച്ച ഒരു ചിരഞ്ജീവി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ്. അങ്ങനെ ആയതുകൊണ്ടാണ് ഈ ഉത്നാപിഷ്ടിമിന്റെ അടുത്തേക്ക്, ഭൂമിയുടെ അറ്റം എന്നൊക്കെയാണ് പറയുന്നത്, ഭൂമിയുടെ അറ്റത്തേക്ക് പോയിട്ടാണ് ഗിൽഗമേഷ് പരിചയപ്പെടുന്നത്. അങ്ങനെ ഉത്നാപിഷ്ടിം ഗിൽഗമേഷിന് പുള്ളിയെ മരണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ആദ്യം പുള്ളിക്ക് ഒരു പരീക്ഷണം കൊടുക്കുന്നു. നീ മരണത്തെ തോൽപ്പിക്കാനാണ് നടക്കുന്നത്, നീ ഒരുപാട് യാത്ര ചെയ്ത് വന്നാണല്ലോ, നീ ആദ്യം ഒന്ന് ഉറങ്ങ് എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ നേരം ഗിൽഗമേഷ് ഉറങ്ങുന്നു. അവസാനം അങ്ങനെയൊക്കെ കുറെ കഥയൊക്കെ ഉണ്ട്. അങ്ങനെ ലാസ്റ്റ് അവിടെ നിന്ന് ഉത്നാപിഷ്ടിമിന്റെ വീട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് ഗിൽഗമേഷിന് ഉത്നാപിഷ്ടിം ഒരു ചെടി കൊടുക്കുന്നു. ഈ ചെടി നിങ്ങൾ ഉപയോഗിച്ച് മരണത്തെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ഗിൽഗമേഷ് അവസാനം ഈ ചെടി എടുത്ത് പോരുന്നു. ആ ചെടി ഇയാള് കുളിക്കാൻ ഇറങ്ങിയ സമയത്ത് പുറത്ത് എവിടെ ചെടി അവിടെ കൊണ്ടുവച്ചു. അതൊരു പാമ്പെടുത്ത് അങ്ങ് ഭക്ഷിച്ചു. അങ്ങനെ പാമ്പിന്റെ പടം പൊഴിഞ്ഞ്, അപ്പൊ ഗിൽഗമേഷിന് മനസ്സിലായി പാമ്പ് വീണ്ടും യൗവനത്തിലേക്ക് പോകുന്നു, അപ്പൊ ഇത് ചെടി വർക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലായി. പക്ഷെ ചെടി പോയി. അങ്ങനെയൊക്കെയാണ് കഥ അവസാനിക്കുന്നത്. എന്തായാലും ഈ ഉത്നാപിഷ്ടിം എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ കഥയാണ് ശരിക്കും പ്രളയ കഥ എന്ന് പറയുന്നത്. നമ്മൾ എപ്പിക് ഓഫ് ഗിൽഗമേഷിന്റെ പ്രളയം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നാണ് വരുന്നത്. ഈ ഉത്നാപിഷ്ടിമിന്റെ കഥ നോക്കിക്കഴിഞ്ഞാലും ദൈവങ്ങൾ ഇതേപോലെ, അല്ലെങ്കിൽ മെസപ്പൊട്ടോമിയയിലെ അന്നത്തെ ദൈവങ്ങൾ ഉത്നാപിഷ്ടിമിനോട് ഈ മരം കൊണ്ട് ഒരു വലിയ കപ്പലുണ്ടാക്കാൻ പറയുന്നു. അതിന്റെ കാരണമായിട്ട് പറയുന്നത് എന്താണ്, ആ പ്രളയം ഉണ്ടാക്കാൻ ദൈവങ്ങളുടെ കാരണമായിട്ട് പറയുന്നത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ആണ്, അന്നത്തെ ജനപ്പെരുപ്പമാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതിന്റെ കുറെ കഥകളൊക്കെ ഉണ്ട്. എന്തായാലും ഉത്നാപിഷ്ടിം ഇതുപോലെ ഒരു വലിയൊരു ഒരു ഷിപ്പ്, കപ്പൽ ഉണ്ടാക്കി ആ കപ്പലിനകത്ത് ഇണകളായിട്ടുള്ള പല ജീവികളെയും കൊണ്ടുവെക്കുന്നു. പുള്ളി കയറുന്നു, നേരെ പോയിട്ട് അവസാനം പ്രളയം കഴിഞ്ഞ് ഒരു മലയിടുക്കിൽ പോയി പാർക്ക് ചെയ്യുന്നു. ഇത് തന്നെയാണ് നോയുടെയും കഥ. മലയുടെ പേരൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇതിനെയാണ് പൊതുവിൽ സോക്കോൾഡ് മതത്തെക്കുറിച്ചൊക്കെ ചർച്ച വരുന്ന സമയത്ത് ആളുകൾ എപ്പിക് ഓഫ് ഗിൽഗമേഷ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എപ്പിക് ഓഫ് ഗിൽഗമേഷ് അല്ല, എപ്പിക് ഓഫ് ഉത്നാപിഷ്ടിമാണ് ഈ പ്രളയ കഥ ശരിക്കും വരുന്നത്. പൊതുവിൽ എല്ലാവരും ഗിൽഗമേഷ് എന്ന് പറയുമ്പോൾ ഗിൽഗമേഷിന്റെ കഥയിൽ യഥാർത്ഥത്തിൽ പ്രളയം എന്ന രീതിയിൽ ഒരു പ്രളയമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ കഥയുടെ ആ ഒരു തീം വ്യത്യാസമുണ്ട്. എന്തായാലും ഇതിന്റെ കൂടെ ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളൂ, ഇതുവരെ കേൾക്കാത്തവർക്ക് വേണ്ടി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുമാണ് പറയാനുണ്ടായിരുന്നത്. എന്തായാലും കേട്ട് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.